നമസ്കാരം. കൗണ്ടർ പോയിന്റിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിന്റെ അനീതി തുറന്നു കാട്ടി ഹരിതയുടെ മുൻ നേതാക്കൾ കേരളത്തിന് മുന്നിൽ. നേതൃത്വത്തിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ലെന്ന് ഹരിത മുൻ ഭാരവാഹികൾ തുറന്നു പറഞ്ഞു. വനിതാ നേതാക്കളെ മോശമായി ചിത്രീകരിച്ച PK നവാസിനെ സംരക്ഷിക്കാൻ ഹരിതയെ ചിലർ ബലിയാടാക്കിയെന്നും നേതാക്കൾ തുറന്നടിച്ചു. ഹീനമായ അപവാദ പ്രചാരണമാണ് നേരിടുന്നതെന്നും ലീഗിലെ ഉന്നത നേതാക്കൾ പോലും അസത്യം പറയുന്നുവെന്നും ഹരിത നേതാക്കൾ തുറന്നു പറഞ്ഞു. പക്ഷേ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, ഇതേ ആദർശത്തിൽ തുടരും. കൗണ്ടർ പോയിന്റ് ചർച്ച ചെയ്യുന്നു. ഹരിതയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ലീഗിനി എന്ത് രാഷ്ട്രീയമാണ് കേരളത്തോട് പറയാൻ പോകുന്നത്? ചർച്ചയിൽ ചേരുന്നത് ഹരിത നേതാവ് നജ്മ തബ്ഷിറ, മുസ്ലിം ലീഗിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇടത്താണി, CPM-ൽ നിന്ന് A. റഹീം, രാഷ്ട്രീയ നിരീക്ഷകൻ മുഹമ്മദ് ഹനീഫ എന്നിവരാണ്. ആദ്യം ശ്രീമതി നജ്മ തബ്ഷിറ, ഇന്ന് 1 മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനത്തിലൂടെ നിങ്ങൾ വിശദീകരിച്ച കാര്യങ്ങൾ ഒരു വിഭാഗം ആളുകളെങ്കിലും കേട്ടിട്ടുണ്ട്. രാവിലെ വളരെ തുറന്നും വ്യക്തതയോടെയും എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്നും എന്താണ് നിങ്ങൾ ഉന്നയിക്കുന്ന പരാതിയെന്നും. പക്ഷെ അത് കേൾക്കാനിടയില്ലാത്ത, കേട്ടിട്ടുണ്ടാകാൻ ഇടയില്ലാത്ത കേരളത്തിലെ മറ്റു മനുഷ്യർക്ക് വേണ്ടി ഹരിത ഉന്നയിച്ച പ്രശ്നം എന്താണ്, തിരിച്ച് ഹരിത നേരിട്ടതെന്താണ് എന്ന് വ്യക്തമായൊന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ഹരിത കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. ഹരിത ഉന്നയിച്ചിട്ടുള്ള പരാതിയുടെ മെറിറ്റാണ് സംസാരിച്ചത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിരന്തരമായി ഒരു പാർട്ടി സ്പേസിനകത്ത് ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളെക്കുറിച്ച്, ഞങ്ങൾ നേരിട്ടിട്ടുള്ള ചില അശ്ലീല പരാമർശങ്ങളെക്കുറിച്ച്, ഒരിക്കലും തെറ്റാണെന്ന് അവരിപ്പോഴും വിശ്വസിക്കാത്ത ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആദ്യമായി പാർട്ടി ഫോറത്തിലും പിന്നീട് അതിനകത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വേഗതയിലുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്ന് തോന്നിയ നിമിഷം വനിതാ കമ്മീഷനിലും നൽകിയ പരാതിയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി നടന്നൊരു കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 24-ാം തീയതി ഞങ്ങളുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഞാൻ മാത്രം ഒരു വനിതാ പ്രതിനിധി ആയിക്കൊണ്ട് പങ്കെടുത്ത ഞങ്ങളുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള PK നവാസ് ഉന്നയിച്ച അപകടകരമായിട്ടുള്ള അശ്ലീലം നിറഞ്ഞ ചില പരാമർശങ്ങളാണ്. ഞാൻ ആവർത്തിക്കുക തന്നെയാണ്. കാരണം ഇന്ന് വളരെ നിസ്സഹായതയോടുകൂടി തന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. മാധ്യമങ്ങൾ എന്നതിലുപരിയായിക്കൊണ്ട് ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഒരു പൊതുസമൂഹം തന്നെയാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് സിസ്റ്റത്തിന്റെ ആനുകൂല്യങ്ങളോ പ്രിവിലേജുകളോ ഒന്നും ഇപ്പോൾ പേറുന്ന ആളുകളല്ല. ഞങ്ങൾക്ക് ഇതാണ് വഴി എന്ന് പറയുന്നത്. ഞങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങൾ കടന്നു വന്ന ഭീതിതമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചാണ്. ഞങ്ങളുടെ ഏജൻസി മുഴുവനായും ഞങ്ങളെ നിയന്ത്രിക്കാനുള്ള കുറെ ആളുകളുടെ കയ്യിലാണ്. അത് ചില സൈബർ ഗുണ്ടകളുടെ കയ്യിലാണ്. ഞങ്ങളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വരെ ചിലരുടെ കയ്യിലുണ്ട്. അത് പുറത്തിട്ടാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് വരെ നീളുന്ന ഒരു കേവല വേശ്യ പ്രയോഗത്തിൽ തുടങ്ങിയ ചർച്ചകൾ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾ എന്ന നിലയിലായിക്കോട്ടെ, ഏതോ ജനാധിപത്യ രാജ്യത്ത് വളരെ ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ഞങ്ങളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളുമായി ഞങ്ങളൊരു പരാതിയുമായി ചെന്നപ്പോഴുണ്ടായ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ആ പരാതിയിൽ പൂർണ്ണമായിട്ടൊരു നീതി പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പൂർണ്ണമായിട്ടൊരു നീതി ഉണ്ടായിട്ടില്ല. ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം, ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും പൂർണ്ണമായിട്ടൊരു മറുപടി അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ളൊരു നീതി അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇനിയൊരു സ്പേസ് ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ പോരാടുന്നത് ചില മനോഭാവങ്ങളോടാണ്. ആ മനോഭാവങ്ങൾ എന്ന് തിരുത്തപ്പെടുന്നുവോ അന്ന് ഞങ്ങൾക്ക് നീതി കിട്ടി എന്ന് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഇക്കാര്യങ്ങൾ കേരളത്തിന് മുന്നിൽ തുറന്നു പറയണം എന്ന് നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഏതെങ്കിലും ഒരു വേദിയെ അഭിമുഖീകരിക്കുകയോ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ എല്ലായ്പ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ ഞങ്ങളുടെ ഒരു വേർഷൻ, ഞങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയാനോ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ പരാതി കൊടുത്തത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളോട് ഔദ്യോഗിക വിശദീകരണം എന്ന നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളെ വന്ന് കാണുകയോ ചെയ്തിട്ടില്ല.
പക്ഷേ ഔദ്യോഗിക പക്ഷത്തിന്റെ വിശദീകരണം എന്ന പേരിൽ അർദ്ധസത്യങ്ങൾ ആളുകളുടെ ഇടയിലേക്ക് നിരന്തരമായി പ്രചരിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വീണ്ടും നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. ഇത് വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാർട്ടിയിലെ അണികളുണ്ട്. ഇതാണ് യാഥാർത്ഥ്യമെന്ന് കരുതി ഞങ്ങളെ ക്രൂശിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, അവര് ചെയ്തിട്ടുള്ളത് ഒരു തെറ്റായിരിക്കാം, പക്ഷെ അവര് വഞ്ചിക്കപ്പെട്ടതാണ്. അങ്ങനെ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൂടാ, യാഥാർത്ഥ്യം തിരിച്ചറിയണം എന്നുള്ള ബോധ്യത്തിലാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യാവുന്നതൊക്കെ മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ടെന്നും പരമാവധി ഒത്തുതീർപ്പിന് ശ്രമം നടത്തിയെന്നും ഇതിനപ്പുറത്തേക്ക് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന നിലപാടിലാണല്ലോ മുസ്ലിം ലീഗ് നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് ശ്രീ PMA സലാം പറഞ്ഞതും ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. മുസ്ലിം ലീഗിന് അങ്ങനെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ഇതേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയാവുന്ന നീതി ഞങ്ങൾ നൽകി കഴിഞ്ഞു എന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം എന്ന നിലക്ക് വന്നു കഴിഞ്ഞ അഥവാ നടത്താവുന്ന ചർച്ചകളൊക്കെ നടത്തി കഴിഞ്ഞു എന്നുള്ളതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു പരിധിവരെ ഒരുപാട് അവസരങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സംസാരങ്ങൾക്കൊന്നും കൃത്യമായ ഒരു കൺസെൻസസ് ഉണ്ടാവുകയോ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. തീരുമാനത്തിൽ പിരിഞ്ഞ യോഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേ തീരേണ്ടിയിരുന്ന ചില വിഷയങ്ങളാണ്. ഞങ്ങൾക്ക് നീതി കിട്ടിയെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുന്ന സമയം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കൺസെൻസസ്, അങ്ങനെ ഒരു തീരുമാനത്തിൽ പിരിഞ്ഞ യോഗങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ വികാരങ്ങളെ കൃത്യമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന തോന്നലോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു വിഷമം എന്ന് പറയുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിനോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു നജ്മ? നിങ്ങളുടെ ആവശ്യം എന്ത് നടപടിയായിരുന്നു? ഞങ്ങളുടെ ആവശ്യം കൃത്യമായ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഒരു പാർട്ടിക്കകത്ത് നടന്ന ആഭ്യന്തര ഒരു വിഷയമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ ഈവൻ മാധ്യമ സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലായിടത്തും സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ പ്രശ്നം തന്നെയാണ്. ഒരു മനോഭാവത്തിന്റെ അടിച്ചമർത്തൽ തന്നെയാണ് ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്. അത് തുറന്നു പറയാൻ ജനാധിപത്യപരമായ ഒരു പ്ലാറ്റ്ഫോം ലീഗിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ തുറന്നു പറച്ചിലിൽ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് ഈ മനോഭാവങ്ങൾ ഇനി വരുന്ന കാലത്ത് ഉണ്ടായിക്കൂടാ. ഇനി വരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൂടാ. അതിന് മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം, അതിന് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവണം. പിന്നീട് ഭാവിയിൽ ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായാൽ അത് കൃത്യമായി പരിഹരിക്കുന്ന രൂപത്തിലുള്ള ഫോറങ്ങൾ ഉണ്ടാവണം. അതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഇത് മുസ്ലിം ലീഗിന് ഏറ്റവും മാതൃകാപരമായിക്കൊണ്ട് കേരളത്തിന് മുന്നിൽ ഒരു നിലപാട് വെക്കാൻ സാധിക്കുമായിരുന്നു. കൃത്യമായിട്ടും ഇത് വ്യക്തികേന്ദ്രീകൃതമായ പരാതിയാണ്. ആ വ്യക്തികളെ അഡ്രസ്സ് ചെയ്ത് ആ വ്യക്തികൾക്കെതിരെ ഉള്ള പരാതിയെ അങ്ങനെ തന്നെ കണ്ടിരുന്നുവെങ്കിൽ അത് അപ്പോഴേ തീർക്കാമായിരുന്നു, മനോഹരമായി തീർക്കാമായിരുന്നു. പക്ഷെ അതിൽ പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾക്ക് സംതൃപ്തി ലഭിച്ചിട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ പ്രധാനമായും 3 MSF നേതാക്കളുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. സംസ്ഥാന അധ്യക്ഷനടക്കം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചും നിങ്ങൾ തുറന്നു തന്നെ പറയുകയുണ്ടായി. വളരെ ഗുരുതരമായ, അപലപിക്കപ്പെടേണ്ടതിനപ്പുറത്തേക്ക് നിയമ നടപടി തന്നെ ഉറപ്പാക്കേണ്ട തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. ഈ നേതാക്കളെ തൽസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ തയ്യാറായിരുന്നോ? എന്ന് വെച്ചാൽ ഒത്തുതീർപ്പിന് ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാണ്, അതിനപ്പുറത്തേക്ക് പുറത്തു പോയത് ഹരിത നേതാക്കളാണ് എന്ന വ്യാഖ്യാനം ഉണ്ടായല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പരാതിയെ തിരുത്തേണ്ടത്. ക്രിമിനൽ ലോയിലൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ടല്ലോ, എങ്ങനെയാണ് തിരുത്തപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. തിരുത്തപ്പെടേണ്ടത് ആദ്യം ആളുകളുടെ മനസ്സിലാണ്. ഞാൻ ചെയ്തത് തെറ്റ്, അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു. മനുഷ്യന്മാരാരും തെറ്റ് പറ്റാത്തവരായില്ല, തെറ്റ് പറ്റുന്നവരാണ്. തെറ്റിന് എല്ലാ കാലത്തും അയാൾ ക്രൂശിക്കപ്പെടുകയല്ല വേണ്ടത്, തെറ്റ് തിരുത്തുകയാണ് വേണ്ടത്. ആ തെറ്റിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഒന്നാമത് നീതി ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഇത് ഒരു ഔദ്യോഗിക ഭാരവാഹിത്വമാണ്. ഇത് MSF എന്ന് പറയുന്ന സംഘടനയെ നയിക്കുന്ന ആളുകളാണ്, റെപ്രസെന്റേറ്റീവ്സ് ആണ്. ആ റെപ്രസെന്റേറ്റീവ്സ് മോശമാവുമ്പോൾ അതിന് കീഴിലുള്ള ആളുകളൊക്കെ മോശമാണ് എന്നുള്ള ധാരണ പരത്തുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥാനത്ത് തുടരാൻ അർഹരാണോ എന്നുള്ള ചോദ്യം ഞങ്ങൾ എല്ലായ്പ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, ഈ നേതാക്കളുടെ, വനിതാ നേതാക്കളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ, ഇവർക്ക് നീതി ലഭ്യമാക്കാതെ
മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഇനി കേരളത്തോട് രാഷ്ട്രീയം പറയുക? ഷാനി ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇന്ന് നജ്മ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായ മറുപടിയുണ്ട്. നജ്മയുടെ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് മൈനോറിറ്റി ലീഗ് പോളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ പോളിറ്റിക്സ് എന്നതിനേക്കാളുപരി മൈനോറിറ്റി പോളിറ്റിക്സ് എന്നതിനാണ് ഞങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ആ ആശയത്തോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. അഭിമാനകരമായ ആസ്തിക്യം എന്ന ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ രാഷ്ട്രീയ ദർശനത്തോടൊപ്പമാണ് ഞങ്ങൾ. CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, നേതാക്കന്മാർ വരും പോകും, പക്ഷേ പാർട്ടി എന്നും അവിടെ ഉണ്ടാകും. ഞങ്ങൾ പാർട്ടിയോടൊപ്പമാണ്. സ്ത്രീകൾക്ക് ഇതുപോലെയുള്ളൊരു പരിരക്ഷ മറുഭാഗത്തെവിടെയും ലഭിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. CPM-ലോ BJP-യിലോ ജമാഅത്തെ ഇസ്ലാമിയിലോ ഒന്നും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്തിയതിന് ശേഷം പാർട്ടിക്കകത്ത് ഞങ്ങളുടെ ചില ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചില സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും നിലപാടുകളും ഉണ്ടായി. അത് പാർട്ടിയെ ഞങ്ങൾ ധരിപ്പിച്ചിരുന്നു. അത് പരിഹാരമുണ്ടായിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പാർട്ടിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പലതവണ അവരെ കേട്ടിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതാധികാര സമിതി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതൃത്വം ET മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ, ഇപ്പോൾ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളടക്കമുള്ളവർ എല്ലാവരും ഇവരെ നന്നായി കേട്ട് ഇരുവരുടെയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് അതിനുശേഷം പൂർണ്ണമായും ഇതെന്താണെന്നതിൻ്റെ മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ നന്മയും തിന്മയും പഠിച്ചറിഞ്ഞ് ആ സംഘടനയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ രീതിയിൽ ഒരു തീരുമാനമെടുത്ത് പാർട്ടി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. പാർട്ടിയുടെ 10 അംഗ സമിതിയിൽ ഒരു അംഗമാണ് ഞാൻ. ഞങ്ങളോടൊക്കെ പറഞ്ഞത് തന്നെ വരും കാലങ്ങളിൽ പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകണം എന്ന് മാത്രമല്ല, സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ, ഇത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനൊക്കെ തന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടുകളും സമീപനങ്ങളും ഒക്കെ തന്നെ കൃത്യമായി വരും കാലങ്ങളിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കുന്ന വിധം ഇനി മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് നേതൃത്വം നൽകിയിട്ടുള്ള ഞങ്ങൾക്കൊക്കെ കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അർഹമായ രീതിയിൽ ഇവരെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവരൊക്കെ തന്നെ ഈ പാർട്ടിയെ നന്നായി പഠിച്ച, കാരണം മുസ്ലിം ലീഗിൽ വനിതകൾ എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, അഡ്വക്കേറ്റ് മറിയുമ്മയും അതുപോലെ തന്നെ ഖമറുന്നിസ അൻവറും അഡ്വക്കേറ്റ് നൂർബീന റഷീദും എത്രയോ അഭിഭാഷകരും ഡോക്ടർമാരും കോളേജ് പ്രൊഫസർമാരും എത്രയോ വനിതകളായ നേതാക്കന്മാർ പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുകയും വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ അവരെത്തുകയും നല്ല ദേശീയ ശ്രദ്ധ വരെ പിടിച്ചു പറ്റിയ വനിതാ നേതാക്കന്മാരടക്കമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിഷയം ഇപ്പോൾ കടന്നു വന്നപ്പോൾ പാർട്ടി അതിനെ ഗൗരവപൂർവ്വം കണ്ടിരുന്നു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അവർ വീണ്ടും ഒരു വിർണമായി അത് നിൽക്കുന്നു എന്നാണ് ബോധ്യപ്പെട്ടത്. ഈ കാര്യത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ പാർട്ടി കാര്യങ്ങൾ പഠിച്ച് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ ആ അച്ചടക്കത്തിൻ്റെയും പാർട്ടിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ വളരെ മികവ് കാണിക്കുന്ന ഈ വനിതാ നേതാക്കന്മാരും ആ നീതി കാണിക്കും. അവരുടെ വികാരം പ്രകടിപ്പിച്ചാലും അവർ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്നത് വളരെ ശുഭകരമായി ഞങ്ങൾ കാണുകയാണ്. ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയെടുക്കും എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇവരുടെ മികവിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ആ മികവിനുള്ള അംഗീകാരമായി ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഈ പരാതി ഉന്നയിച്ച കമ്മിറ്റി ഒന്നാകെ നിങ്ങൾ പിരിച്ചുവിട്ടത്, അല്ലെ? മാത്രമല്ല, ഇനിയും മുസ്ലിം ലീഗിൽ തന്നെ തുടരും, ആ ആദർശത്തിൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്കുള്ള ന്യായീകരണമല്ലല്ലോ. അത് അവരുടെ ആർജവമാണ്, അവരുടെ രാഷ്ട്രീയ വ്യക്തതയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും വ്യക്തതയോടുകൂടി സ്വന്തം പ്രശ്നം, ഞങ്ങൾ നേരിടുന്ന നീതികേട് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്കതിനൊരു നീതിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, പിരിച്ചുവിടേണ്ടത് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയായിരുന്നോ? അല്ല, അങ്ങേക്ക് ഷാനിക്കൊരു തെറ്റുപറ്റിപ്പോയി. കാരണം മുസ്ലിം ലീഗ് മിനിഞ്ഞാന്നുണ്ടായ ഒരു പാർട്ടിയല്ലല്ലോ. 7 പതിറ്റാണ്ട് കാലമായി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്ത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പാർലമെന്റ് മുതൽ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ അംഗങ്ങളുള്ള പാർട്ടിയാണ്.
ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളും പാർട്ടിക്കകത്ത് ഒരുപാട് ഭിന്നിപ്പുകളും പാർട്ടിക്ക് പിളർപ്പുകളും എല്ലാം തരണം ചെയ്ത് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. പാർട്ടിയിൽ ഇതൊക്കെ പാർട്ടിയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്തെടുത്ത് ഇതൊക്കെ ഒരു ചെറിയ വിഷയമാണ്. അതിനെ നിങ്ങൾ അങ്ങനെ പെരുപ്പിച്ച് സ്ത്രീകളുടെ ആത്മാഭിമാനം ഇത്ര വലിയ പ്രശ്നമായി അവർ പരസ്യമായി ഉന്നയിക്കുമ്പോഴും നിങ്ങൾക്കത് ചെറിയ പ്രശ്നമാണ്. അങ്ങനെ പറയുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ സ്ത്രീകൾ കൂടി ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് മുന്നിൽ ഇനി രാഷ്ട്രീയം പറയാനുള്ള യോഗ്യത എന്താണ്? ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, താങ്കളോട് നേരിട്ട് ചോദിച്ച ചോദ്യം ഇവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകിയോ, ഇവർക്ക് നീതി നൽകിയോ എന്നാണ്. ദയവായി ആ ചോദ്യത്തിന് മറുപടി പറയൂ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസക്തിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അത്. ഇവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് നീതിയുള്ള ചോദ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞോ? അല്ല ഷാനി, ഞാൻ എന്ത് പറയണമെന്ന് ഷാനി തീരുമാനിക്കരുത്. ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കുക. കാരണം ഇത് പാർട്ടിയുടെ ഇവരുടെ ഘടകത്തെ പിരിച്ചുവിട്ടതും ഇതുമായി ബന്ധമില്ല. കാരണം 3 വർഷത്തോളമായി തുടരുന്ന ഹരിതയുടെ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പാർട്ടിയുമായി ഇവർ ബന്ധപ്പെടാതിരിക്കുകയോ അങ്ങനെയുള്ള യാതൊരു വിഷയവും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്ത് പറയണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ അങ്ങയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന് മുന്നിൽ വന്ന് പറഞ്ഞൊരു കാര്യം അത് ഇല്ലാത്തതാണ്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയാതിരിക്കും. അങ്ങനെ താങ്കൾ പറയരുത്. അത്രയും സത്യസന്ധത താങ്കളെ പോലൊരു മുതിർന്ന നേതാവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ PMA സലാം തന്നെ യോഗം കഴിഞ്ഞ് കേരളത്തോട് പറഞ്ഞത് അച്ചടക്ക ലംഘനത്തിന്റെ പേരിലാണ് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ടത് എന്നാണ്. കാലാവധി കഴിഞ്ഞത് രണ്ടാമതൊരു കാരണമായി മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ തന്നെയാണ് പിരിച്ചുവിട്ടത്. എന്തായിരുന്നു അച്ചടക്ക ലംഘനം? അല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ല. രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ കേട്ടുകേൾവിയുണ്ടോ എന്ന്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വനിതകളോട് കാണിച്ച പ്രവർത്തനത്തിൻ്റെ കേട്ടുകേൾവിയുടെ കഥ ഞാനിവിടെ ഈ പൂരപ്പാട്ട് പാടണോ? ഇവിടെ CPM ഉണ്ടായത് ഞാൻ പറയണോ? മറ്റ് പാർട്ടികളിലുണ്ടായത് പറയണോ? ആ രീതിയിലേക്കൊരു ചർച്ച കൊണ്ടുപോകണോ? ആ നിലയിലേക്കൊന്നും ചർച്ച കൊണ്ടുപോകേണ്ടതില്ലല്ലോ. ഇതൊരു പാർട്ടി യോഗത്തിൽ നടത്തിയ പരാമർശങ്ങളിൽ ചില സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായി എന്ന ആരോപണം മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെ അപ്പുറം കടന്നുപോയ പാർട്ടി സംവിധാനങ്ങളൊക്കെ കേരളത്തിലുണ്ട്. മുസ്ലിം ലീഗിന് അങ്ങനെയുള്ള ഗതികേടൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളുടെ സഹോദരിമാർ ഇന്നും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യതയോടുകൂടി പാർട്ടി നേതൃത്വം നന്നായി അത് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി സുപ്രീമോ തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരിക്കലും അധികാര രാഷ്ട്രീയം കൈയാളാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് വ്യക്തമായി ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് രണ്ട് ഭാഗവും കേൾക്കണം, രണ്ട് ഭാഗവും കേട്ട് ഒരു പാർട്ടി നിലനിൽക്കണം. ആ രീതിയിൽ പാർട്ടിയുടെ വിഷയങ്ങൾ ഈ നജ്മ അടക്കമുള്ള ആളുകൾ, നജ്മ ആ സംഭവത്തിന്റെ സാക്ഷി കൂടിയാണ്. നജ്മ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് താങ്കൾ ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയെന്ന ആരോപണം. ഇപ്പോഴും മുസ്ലിം ലീഗിന് അത് ആരോപണങ്ങൾ മാത്രമാണ്. അല്ല ഷാനി, ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്തൊരു തീരുമാനമുണ്ട്. ആ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം ഇരു വിഭാഗത്തെയും കേട്ട് ആ കേട്ടതിന് ശേഷം അവരെടുത്ത തീരുമാനമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രഖ്യാപിത നയമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ പ്രഖ്യാപിത നയം ഏതെങ്കിലും കാലത്ത് ആ നേതൃത്വം തിരുത്തുമെങ്കിൽ അപ്പോൾ ഞാൻ ഷാനിയോട് പറയാം. ആ പ്രഖ്യാപിത നയം നിങ്ങൾക്ക് സ്വീകാര്യമാണോ നജ്മ? ഇപ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എടത്താണി സാഹിബ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളിൽ ബഹുമാനത്തോടെ തന്നെ കാണുന്നു. പക്ഷേ വളരെ വേദനാജനകമായ ഒരു കാര്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ചെറിയൊരു വിഷയമാണ്. ഇത് ചെറിയ വിഷയമല്ല. ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയ വിഷയമല്ല. ഗ്രാവിറ്റി ഓഫ് ഒഫൻസ് കൂടിയ ഒരുപാട് ക്രൈമുകൾ രാജ്യത്ത് പാർട്ടിക്കകത്ത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏത് അളവിലാണ്, ഏത് തുലാസിലാണ് ഇതിനെ അളക്കുന്നത്? ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് ഇപ്പോഴും ഞങ്ങൾ കാണുന്നില്ല. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് ഞങ്ങൾ 1, 2, 3 മുമ്പ് പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. 3 ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ മുന്നിൽ തലകുനിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് 2, 3 ആളുകളുടെ വിഷയമല്ല. ഇതൊരു മനോഭാവമാണല്ലോ. ഇത് തിരുത്തപ്പെടേണ്ടതുണ്ട്. ഇന്ന് സൈബർ സ്പേസിൽ ഞങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം ഏത് വിധത്തിലുള്ളതാണ്? ആ ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ എടത്താണി സാഹിബ് വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ
സ്വന്തം വീട്ടില് സ്വന്തം സഹോദരിമാർക്ക് ഇത്തരത്തിലൊരു പരാതി ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാമോ അത്തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചോ എന്നുള്ള ചോദ്യമുണ്ട്. അഥവാ നിങ്ങൾ അവസാനം പാർട്ടി എടുത്ത തീരുമാനത്തിനകത്ത് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു പറയുകയാണ്, ഞങ്ങൾ ആ തീരുമാനത്തിനകത്ത് സംതൃപ്തരല്ല. പക്ഷേ ഞങ്ങൾ കാണുന്നുണ്ട് ഇതിനകത്ത് ഒരു പ്രതീക്ഷ. കാരണം അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് നിർത്തിയത് അങ്ങനെ തന്നെയാണ്. ഒരു സമയത്ത് അത് തിരുത്തുകയാണെങ്കിൽ ഞാനത് പറയാം. തിരുത്താനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, തിരുത്താനുള്ള ഒരു റെഡിനെസ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലുതാണ്. അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. തിരുത്താതെ മുന്നോട്ട് പോകാനാകുമോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി? അല്ല, ഇവിടെ പറഞ്ഞല്ലോ സഹോദരിമാർ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം മാത്രമല്ല. ഞാൻ പറഞ്ഞു ഒരു കുടുംബത്തിനകത്ത് സഹോദരിമാരും ഉണ്ടാകും, സഹോദരന്മാരും ഉണ്ടാകും. കുടുംബമാണ്. ആ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് കുടുംബ കാരണവന്മാരുടെ റോളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സഹോദരിമാരും സഹോദരന്മാരുമൊക്കെ പരസ്പരം നിന്നുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ആ സാഹചര്യം രൂപപ്പെട്ടു വരണം എന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തത് കൊണ്ടാണല്ലോ വരും കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ ശക്തമായി പാർട്ടി നിലപാടുകൾ എടുക്കണം, ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ആ ചോദ്യം അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. ഞങ്ങൾ ആരുമല്ല നിങ്ങളോട് ആ ചോദ്യം ചോദിക്കുന്നത്. നിങ്ങളുടെ പാർട്ടിയിലെ വനിതാ സഹപ്രവർത്തകരാണ്. നീതി കിട്ടിയില്ല എന്ന് ഇപ്പോഴും അപ്പുറത്തിരുന്ന നജ്മ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ എന്ത് നടപടിയെടുക്കും എന്ന് പറയൂ. ഇപ്പോൾ എന്താണ് നീതി എന്ന് പറയൂ. അല്ല, ഇപ്പോൾ പാർട്ടി എന്താണ് അവരുമായി കേട്ടുകൊണ്ട് എന്താണ് അവരുടെ തീരുമാനമെന്ന് വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നടപടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നജ്മ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു തിരുത്തലും ഒരു പുനരാലോചനയും ഇനി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഇപ്പോഴെടുത്ത നിലപാട്, ഇവരാരും അന്യരല്ല, ഇവർ ഞങ്ങളുടെ ഭാഗമാണ്, ഞങ്ങളുടെ പാർട്ടിയിൽ അംഗങ്ങളാണ്. ഇന്നും ആ കാണുന്ന രീതിയിൽ തന്നെയുള്ള റെസ്പെക്റ്റ് ഒക്കെ ഇവർക്ക് കൊടുക്കും. വനിതകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ എന്ന നിലയിൽ ഇവരുടെയൊക്കെ ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും യാതൊരു വീഴ്ചയുമില്ലാതെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അവിടെ തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ നജ്മ? ഒരു തിരുത്തലും ഉണ്ടാകില്ല, ഒന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയല്ല, നേരത്തെ ഞാൻ വളരെ പ്രതീക്ഷാപൂർവം കേട്ട വാക്കുകളാണത്. അദ്ദേഹം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇല്ല അതെ, ഞാൻ പറഞ്ഞു വെച്ചത് അതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് എന്ന വാക്കിന് യഥാർത്ഥത്തിൽ നീതീകരണം ഉണ്ടാവുന്നത് എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യാത്തവരായി നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്തേക്കാം. അത് തിരുത്തപ്പെടുന്നു എന്നുള്ളതിനോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം മറ്റൊന്നുമില്ല. അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിന്റെ പ്രതീക്ഷകൾ ഞങ്ങൾ ഇത്രയും ദിവസം കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിന്റെ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങൾ ഏതൊരു ശൈലിയിലാണ് ഞങ്ങളോട് പെരുമാറിയത്, ഏതൊരു ശൈലിയിലാണ് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുള്ളത്, എന്തൊരു ഗ്രാവിറ്റിയോട് കൂടിയിട്ടാണ് ഈ വിഷയങ്ങളെ നോക്കിക്കണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ഭാഗത്ത് നിന്ന് എനിക്കും അതർ സൈഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിനും അറിയാവുന്നതാണ്. ഞാൻ ഇതിലൊരു പ്രതീക്ഷ കാണുന്നുണ്ട്. കാരണം ഇതായിരുന്നില്ല മനോഭാവം. അങ്ങനെ മനോഭാവം മാറിയത് കൊണ്ടാണോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അതോ പറഞ്ഞപ്പോൾ താങ്കൾക്ക് അബദ്ധം പറ്റിയതാണോ? അല്ല ഷാനി, ഞാൻ പല ഘട്ടങ്ങളിലും ചർച്ചയിൽ വന്നതാണ്. ഞാൻ ഈ ചർച്ചകളിലൊക്കെ എൻ്റെ നിലപാടുകൾ എപ്പോഴും പറയാറുള്ളത്, അതത് കാലഘട്ടങ്ങളിൽ എൻ്റെ പാർട്ടിയുടെ നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണോ അതാണ് ആ സമയത്ത് എൻ്റെ തീരുമാനം. ആ തീരുമാനങ്ങൾ ഏത് സമയത്തും അവർക്ക് മാറ്റാവുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പുനരാലോചനക്കോ അധികാരമുള്ള സുപ്രീമോയാണ് ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവർ ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാം. ആ നിലപാടാണ് ഇംപ്ലിമെന്റ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവല്ലേ താങ്കൾ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 10 അംഗ കമ്മിറ്റിയിലുള്ള ആളല്ലേ താങ്കൾ? പിന്നെ ഏത് നേതൃത്വത്തിന് നേരെയാണ് നിങ്ങൾ വിരൽ ചൂണ്ടുന്നത്? അല്ല, ഏത് നേതൃത്വം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ.
കാരണം അതിൻ്റെ ഏറ്റവും വലിയ പാർട്ടിക്ക് തന്നെ നേതൃത്വമുണ്ട്, പാർട്ടിയുടെ പ്രസിഡന്റുണ്ട്, പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്നവരുണ്ട്, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉണ്ട്, പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുണ്ട്, പാർട്ടിക്ക് അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളുടെയും ആ സീനിയർ ലീഡേഴ്സിൻ്റെയും ഒക്കെ താഴെയാണല്ലോ ഞങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ സീനിയർ ലീഡേഴ്സ് എടുക്കുന്ന ഓരോ കാര്യങ്ങളിലും അവരെടുത്ത് ഒരു കാരണവന്മാരുടെ റോളിൽ നിന്നുകൊണ്ട് പാർട്ടിക്കകത്തുള്ള ഏത് വിഷയങ്ങളെയും പഠിച്ച് അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം കാരണവരും കുടുംബവും ഒക്കെയായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അടയാളപ്പെടുത്തി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് ചോദിക്കുന്നതാണ് ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി. നേരത്തെ ഇത് വായിക്കണോ എന്ന് ഇടയ്ക്കൊന്നും ഞാൻ സംശയിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ പറയുന്നവർക്കാണല്ലോ നാണക്കേടുണ്ടാകുന്നത്. അത് വായിക്കുന്ന സ്ത്രീകൾക്കോ അത് ചർച്ച ചെയ്യേണ്ട സമൂഹത്തിനോ അല്ലല്ലോ. ഇങ്ങനെ പറയുന്ന നേതാക്കൾക്കും അവരെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമാണല്ലോ നാണക്കേടുണ്ടാകേണ്ടത്. താങ്കൾ പറയുന്നു കുടുംബമാണ്, കാരണവർ പ്രശ്നങ്ങൾ പരിഹരിക്കും, സഹോദരന്മാരും സഹോദരിമാരുമുള്ള കുടുംബമാണ്. സഹോദരിമാർക്കെതിരെ നടത്തിയ പരാമർശം എന്താണെന്ന് താങ്കളും കേട്ടിട്ടുള്ളതല്ലേ ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി? ചർച്ചയിൽ വിഷയം ഉന്നയിക്കാൻ വന്നവരോട് വേശ്യയ്ക്കും പറയാനുണ്ടാകും, അത് കേൾക്കണം എന്നാണ് ഒരു പരാമർശം നടത്തിയത്. MSFന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഹരിതയിലെ പെൺകുട്ടികൾ പ്രസവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അഥവാ ഗർഭിണിയായാൽ അബോർട്ട് ചെയ്യുന്നെന്നും അപവാദ പ്രചാരണം നടത്തിയത് MSFന്റെ മലപ്പുറം ജില്ലാ നേതൃത്വമാണ്. മെൻസ്ട്രോൾ കപ്പിനെ കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനെ കുറിച്ച് അധിക്ഷേപ പരാമർശം നടത്തിയതും MSFന്റെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളാണ്. ഒരൊറ്റ പരാമർശത്തിൽ പിടിച്ചു തൂങ്ങിയല്ല ഈ പരാതികൾ ഉന്നയിക്കുന്നതിന് വളരെ വ്യക്തമായി ഹരിതയുടെ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. സൈബർ ഗുണ്ടയാണ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്. ഈ പെൺകുട്ടികളുടെയൊക്കെ വീഡിയോയും ചിത്രങ്ങളും അയാളുടെ പക്കലുണ്ട്. പുറത്തു വന്നാൽ ഈ ഹരിത നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത് MSFന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ്. സഹോദരിമാരായും കുടുംബമായും കാരണവന്മാരായും ചുരുക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന സഹോദരന്മാരെ വെച്ച് പൊറപ്പിക്കുന്ന ഒരു കുടുംബം ഈ സമൂഹത്തിൽ നിൽക്കുന്നത് സമൂഹ വിരുദ്ധമല്ലേ ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി? അല്ല ഷാനി, ഈ പറയുന്നതിൽ പല വാചകങ്ങളും ഞാൻ ഇന്നാണ് ആദ്യമായി കേൾക്കുന്നത്. അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ വ്യക്തികളുണ്ടാകും, പറഞ്ഞ സാഹചര്യങ്ങളുണ്ടാകും, ആ പറഞ്ഞതിൻ്റെ സാക്ഷികളുണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കാടടച്ച് വെടിവെക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവരാരും, അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പൊതുപ്രവർത്തകന്മാരായാലും. അപ്പോൾ ഇതൊക്കെ ഇന്ന് കുറേ ആരോപണങ്ങൾ ഇതുപോലെ കേട്ടു. ഇത് എന്താണ് ഇതിൻ്റെ വ്യക്തത, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാതെ ഇതിനോട് ഒറ്റയടിക്ക് പ്രതികരിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയില്ലല്ലോ. കാരണം ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ ഷാനി പറഞ്ഞ ആദ്യത്തെ ഒരു വാചകം ഞാൻ അന്ന് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ചർച്ചകളിലൊക്കെ കേട്ടിരുന്നു. പിന്നീട് പറയുന്ന വാചകങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത്. കാരണം ഇത് എവിടെ വെച്ചാണ് എന്താണ് എന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന് മുമ്പിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് നിങ്ങൾ പാർട്ടി നേതൃത്വത്തിനും എല്ലാ നേതാക്കൾക്കും വ്യക്തിപരമായും എത്തിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന്. ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത, ഞങ്ങൾ ഇതിനകത്ത് ഒരു വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടി ചർച്ചയിൽ പങ്കെടുത്ത ഒരു ചർച്ചയിലെ അംഗം അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇത് പൊതുജനങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ തെറി വിളിക്കുന്ന സൈബർ ആങ്ങളമാരറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിഷ്കളങ്കമായി ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അറിഞ്ഞിട്ടില്ല. അവരതുകൊണ്ട് ഈ ഏതെങ്കിലും തരത്തിലുള്ള ശരികേട് കാണിക്കുന്നു എന്നുള്ളതിൽ പ്രശ്നമില്ല. കാരണം ഞങ്ങളത് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ 24-ാം തീയതി ഈ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം വളരെയധികം ചർച്ചകൾക്ക് ശേഷം കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത ഈ പറയുന്ന 5 പേജുള്ള പരാതി 27-ാം തീയതി പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ കൂടി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഈ പറയുന്ന ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചർച്ചകളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായ PMA സലാം സാഹിബിനും പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ ആ കത്ത് കൈമാറിയിട്ടുണ്ട്. ആ കത്തിന്റെ മുകളിലായിരുന്നു, പരാതിയുടെ മുകളിലായിരുന്നു ചർച്ച നടക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി പോവുകയും ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയും നമുക്ക് തീരുമാനമാക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്ത നേതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇടത്താണി സാഹിബ്. പക്ഷെ അങ്ങ് ഈ വിഷയങ്ങൾ അറിയാതെ ആയിരുന്നു ഞങ്ങളോട് ചർച്ചയ്ക്ക് പുറപ്പെട്ടത് എന്നുള്ളത് വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യമാണ്. ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, അതായത് താങ്കൾക്ക് ആ പരാതി നേരിട്ട് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞില്ലെന്ന് താങ്കൾക്ക് പറയാനാകും. ഇപ്പോൾ അറിഞ്ഞല്ലോ, അറിഞ്ഞപ്പോൾ നിലപാട് മാറ്റുമോ?
അല്ല, ഞാനൊരു കാര്യം പറയുന്നത്, നജിമയും ഞങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും നജിമ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു എന്നതിനപ്പുറം ഒരിക്കലും തന്നെ നജിമയുടെ മുമ്പിൽ ഞാനോ അല്ലെങ്കിൽ നജിമ എൻ്റെ മുമ്പിലോ അത്തരത്തിലുള്ള ഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് വരെ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ടുമില്ല. കാരണം ഇവിടെ പലരും എന്നെ പരിഹസിക്കാറുണ്ട്, മകൾ എന്ന് വിളിക്കുന്നു. അവർക്കത് പരിഹാസമായിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ കാണുന്ന ഒരാളുടെ പുത്രി, ഈ കുട്ടി വളർന്നു വരുന്നത് മുതൽ ഞാൻ കാണുന്നത് എനിക്ക് മകൾ തന്നെയാണ്. അതിനപ്പുറം കാണുന്നവരുണ്ടെങ്കിൽ അതിനപ്പുറം കാണാം. എനിക്ക് അവരുടെ അതേ പ്രായമുള്ള, അതിനേക്കാൾ പ്രായമുള്ള മക്കളും മരുമക്കളും ഒക്കെയുള്ള ഒരു കുടുംബനാഥനാണ് ഞാൻ. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഒരിക്കലും ആ രീതിയിലുള്ളൊരു പരാമർശം നടത്തിയിട്ടില്ല. ഞങ്ങൾ അത്തരത്തിലുള്ള ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്തരം പരാമർശങ്ങളൊന്നും വന്നിട്ടില്ല. വിഷയത്തിലുള്ള പരിഹാര മാർഗങ്ങൾ എന്ത്, സൊല്യൂഷൻ എന്ത് എന്നല്ലാതെ എന്താണ് പറഞ്ഞത് എന്ന് അങ്ങനെ അക്കമിട്ട് നിരത്തി അതിന് പരിഹാരം തേടാനുള്ളൊരു പരിശ്രമം നടത്തിയിട്ടില്ല. ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അത് പരിഹാരം ഉണ്ടാക്കണം, ഒരുമിച്ച് നീങ്ങണം, ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണം, അതിനുള്ള വഴികൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഓരോന്നും ഡീപ്പായി എടുത്തിട്ട് ഈ വരികൾ, ആ വരിയുടെ ഗ്രാവിറ്റി എത്രയുണ്ട് എന്ന് പരിശോധിച്ചുള്ള ഡിസ്കഷൻ ഞങ്ങളിവിടെ നടത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ വിഷയം അറിയാതെയാണോ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ചർച്ച നടത്തിയത്? എല്ലാ വിഷയമറിയാം. മനുഷ്യൻ പരസ്പരം ഒരിക്കലും തന്നെ ഒരു സ്ത്രീയോ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക മനസ്സിലാകാനുള്ള വിവേകവും ബുദ്ധിയൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ. അതിൻ്റെ വാചകങ്ങൾ ഇതൊക്കെയാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതില്ല ഷാനി. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇവരെ പോലുള്ള അത് മതി. ശരിക്കും അവർക്ക് ഇത് ഇന്ന് കേരളത്തിന് മുന്നിൽ വിളിച്ചു പറയേണ്ട സാഹചര്യം പോലും ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ തന്നെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും വെർബൽ റേപ്പ് കൂടി നേരിടേണ്ടി വരുന്ന അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എന്നവർ കേരളത്തോട് തുറന്നു പറഞ്ഞു. ഇന്ന് അവരെ കൊണ്ട് അത് പറയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ല. അവരെ കൊണ്ട് അത് പറയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ടത് മുസ്ലിം ലീഗ് ആയിരുന്നു. എന്തൊക്കെയാണ് പരാമർശങ്ങൾ എന്ന് വേദിക്കുള്ളിൽ സംസാരിച്ച് അതിനനുസരിച്ച് ഈ പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് മുസ്ലിം ലീഗ് ആയിരുന്നു. മുസ്ലിം ലീഗ് പരാജയപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ഇത് കേരളത്തോട് പറയേണ്ടി വന്നത്. ശരിയല്ലേ? അല്ല, ഞാൻ ഈ സൈബർ അക്രമം എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിക്കുമോ? ഞാനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ഏതൊക്കെ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അവർ ഏത് പാർട്ടിക്കാരാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഞാൻ പലപ്പോഴും എനിക്കെതിരെ വരുന്ന രൂക്ഷമായ വിമർശനങ്ങളുടെ വേദികൾ വിമർശിക്കുന്നത് പ്രവർത്തകന്മാരാകും. ഇതൊക്കെയാണ് ഞങ്ങൾ നേരിട്ടത് എന്ന് ഇന്ന് കേരളത്തോട് ഇവർക്ക് വിശദീകരിക്കേണ്ടി വന്നത്. വീണ്ടും ആ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത് അവർ വിശ്വാസമർപ്പിച്ച പാർട്ടി നടപടിയെടുക്കാത്തത് കൊണ്ടാണ്. താങ്കൾ പറഞ്ഞല്ലോ, ഇതൊന്നും താങ്കൾ അറിഞ്ഞിരുന്നില്ല. സ്ത്രീവിരുദ്ധത എന്ന് മാത്രം കേട്ടാൽ തന്നെ അത് വളരെയധികം ആവശ്യമാണ്, അതോടുകൂടി തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന്. ഇത്ര ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയ നേതാക്കളെ തൽസ്ഥാനത്തിരുത്തിക്കൊണ്ട് ഇവരോട് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടത് ന്യായമാണെന്ന് ഇപ്പോൾ താങ്കൾ പറയുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ ഞാനല്ലേ കേൾക്കാത്തതുള്ളൂ? ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നു. ഇരുന്ന നേതാക്കന്മാരുമുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഞാനില്ല. ഇതിൻ്റെ അന്തിമ തീരുമാനമെടുക്കുന്ന സമിതി അതൊക്കെ കേട്ടിട്ടുണ്ട്, ഇരുകൂട്ടരെയും കേട്ടിട്ടുണ്ട്, മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു നേതൃത്വത്തിന് മുമ്പിൽ ഒരു തീരുമാനത്തിലെത്തുന്ന സമയത്ത് ഒരു വിഷയം അവതരിപ്പിച്ചാൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് പോലെയുള്ളൊരു അന്തിമ തീരുമാനം കിട്ടിയില്ലെന്ന്, റിസൾട്ട് കിട്ടിയില്ലെന്ന് വന്നേക്കും. അല്ലെങ്കിൽ മറുഭാഗത്തിന് അങ്ങനെ കിട്ടിയില്ലെന്ന് വന്നേക്കും. അങ്ങനെ ഏതായാലും ഒരു തീരുമാനമെടുത്ത് താങ്കളുടെ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തെ കുറിച്ച് താങ്കൾക്ക് എന്ത് തോന്നുന്നു ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി? അതിനെ കാണണം. അല്ല, എനിക്ക് എന്താ, പാർട്ടിയുടെ നേതൃത്വം നന്നായി പഠിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ പഠിച്ച് തീരുമാനിക്കുന്ന നേതൃത്വമാണ് മുസ്ലിം ലീഗിനുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നും അങ്ങനെയാണെങ്കിൽ വസ്തുനിഷ്ഠമായി പഠിച്ച ശേഷം ഈ സ്ത്രീകൾ നേരിട്ട അപമാനത്തിന് മുസ്ലിം ലീഗ് എടുത്ത തീരുമാനം ഇതാണെങ്കിൽ ഉറപ്പായും മുസ്ലിം ലീഗ് തന്നെയാണ് അതിന് മറുപടി പറയാനുള്ള പൂർണ്ണമായ ബാധ്യത ഏറ്റെടുക്കേണ്ട കക്ഷി. ഇപ്പോഴും ശ്രീ എ റഹീം, എന്നോട് ക്ഷമിക്കണം, താങ്കളിലേക്കും ശ്രീ ഹനീഫയിലേക്കും വരാൻ വൈകിയതിന്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ടല്ലോ.
ഡിവൈഎഫ്ഐ ഇന്നും കഴിഞ്ഞ ദിവസവും ഹരിതയുടെ പരാതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അത് കൈകാര്യം ചെയ്തതിലെ അനീതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ പരാതി ഉന്നയിച്ച വനിതാ നേതാക്കൾക്ക് ലഭ്യമാക്കേണ്ടിയിരുന്ന നീതി എന്താണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്? മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഇത്. ചർച്ച പലപ്പോഴും ഉണ്ടായൊരു പ്രശ്നം, ആ പ്രശ്നം എന്തുകൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നടന്ന തർക്കങ്ങൾ ഞാനൊന്നും ആവർത്തിക്കുന്നില്ല. നജ്മ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഇവിടെ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ അഭിനന്ദിക്കുകയാണ് നജ്മയെ. ഞാൻ ചോദിക്കട്ടെ, ആ മനോഭാവം എന്താണ്? നജ്മ ആവർത്തിച്ചു പറയുന്ന മനോഭാവം, ഇത് ഒരു നവീകരണത്തിനുള്ള ശ്രമമാണ് ഇവരിൽ നിന്ന് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനിപ്പിക്കുന്നുവോ, അവസാനിപ്പിക്കും എന്നത് മാത്രമല്ല ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട, കേരളം ചർച്ച ചെയ്യേണ്ട ഗൗരവമായ പ്രശ്നം ലീഗിന്റെ സ്ത്രീവിരുദ്ധ മനോഭാവമാണ്. തീർച്ചയായും ഉണ്ടത്. ഇവിടെ ശ്രീ രണ്ടത്താണിയോട് വിനയപൂർവ്വം ഞാൻ ചോദിക്കുന്നു, ഷാനി, നമ്മൾ ജീവിക്കുന്നത് ഏത് കാലത്താണ്? ബഹിരാകാശത്തേക്ക് സ്ത്രീകൾ പോകുന്ന കാലത്ത് ഒരു സംഘടന, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ ഒരു യുവജന സംഘടനയാണ് യൂത്ത് ലീഗ്. ഇന്ന് വരെ സ്ത്രീക്ക് മെമ്പർഷിപ്പ് കൊടുക്കാറില്ല യൂത്ത് ലീഗിൽ. യുവതിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പറയട്ടെ, ഞാൻ സംസാരിക്കുക അല്ലല്ലോ, എന്റെ സംഭാഷണമാണല്ലോ. അങ്ങയുടെ ഇത്രയും നേരത്തെ പ്രഭാഷണമായി കേട്ടിരുന്ന ഒരാളാണല്ലോ ഞാൻ. ലീഗ് മെമ്പർഷിപ്പിന്റെ അനുപാതത്തിലാണ് കൗൺസിലർമാരെ തീരുമാനിക്കുക. അവരുടെ ഒരു സംഘടനാ രീതി അങ്ങനെയാണ്. നിശ്ചിത മെമ്പർഷിപ്പിന് ഒരു കൗൺസിലർ, ആ കൗൺസിലർമാരാണ് ഉയർന്ന ഘടകങ്ങളെ പ്രതിനിധീകരിച്ച് കടന്നു വരിക. നാളിതുവരെയുള്ള ചരിത്രത്തിൽ മുസ്ലിം ലീഗ് ഒരു വനിതാ കൗൺസിലറെയും അവരുടെ സംഘടനാ ഘടകത്തിൽ തീരുമാനിച്ചിട്ടില്ല. അതായത് എക്സ് ഒഫിഷ്യോ മെമ്പർമാരായി വിവിധ പോഷക സംഘടനകളുടെ പ്രതിനിധിയായി വനിതാ ലീഗിൽ നിന്ന് പങ്കെടുക്കുന്നവർ, ഇപ്പോൾ ഹരിതയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പങ്കെടുക്കുന്ന എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ഒഴികെ വേറൊരാളും ദൗർഭാഗ്യവശാൽ മുസ്ലിം ലീഗിനകത്തില്ല. ഇവിടെ വരുന്നൊരു പ്രശ്നം മുസ്ലിം ലീഗത്തെ സ്ത്രീകളോടുള്ള പൊതു സമീപനത്തിന്റെ പ്രശ്നമാണ്. ഈ ഹരിതയും വനിതാ ലീഗുമുണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നിവർ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അവർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അവർ അനുകൂലമായ അഭിപ്രായം പ്രതീക്ഷിച്ചിരുന്ന പലരും ഇവരെ തള്ളിപ്പറഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാ തള്ളിപ്പറഞ്ഞു? ഒരു ആണധികാരത്തിന്റെ തടവറയ്ക്കപ്പുറം പോകാൻ ഇവരാരും ഇപ്പോഴും തയ്യാറാകുന്നില്ല. ഇതാണ് പ്രശ്നം. നോക്കൂ, ഈ ചർച്ചയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ സ്ത്രീകളോടുള്ള ഈ പെരുമാറ്റം ഒരു മോശപ്പെട്ട കാര്യമാണെന്നും അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ലെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് എത്താനേ ആകുന്നില്ല. ലീഗിന് അതിലേക്ക് എത്താനേ ആകുന്നില്ല. ഇത് PMA സലാം ഇവരോട് ചോദിച്ചതായി കേൾക്കുന്നത്, ആരെ റേപ്പൊന്നും ചെയ്തില്ലല്ലോ. ഇത് വെറുതെ അവിടെ ഈ ഒരു വർത്തമാനത്തിന്റെ സമീപനത്തിന്റെ കേട്ടിട്ടുണ്ടോ? എന്താ താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ചോദ്യമുണ്ടല്ലോ, റേപ്പൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന്. ആ ചോദ്യം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ഈ ഇരുട്ടത്തീർത്തി ചോദിക്കണ്ട, അങ്ങ് പറഞ്ഞോളൂ എന്താ ഉദ്ദേശിക്കുന്നത്. താങ്കൾ കേട്ടതുപോലെ, താങ്കൾ ഇപ്പോൾ കേട്ടൊരു കാര്യമാണല്ലോ ഉദ്ധരിച്ചത്. അതുപോലെ കേരളം കേട്ടിട്ടുള്ള കാര്യമുണ്ട്. താങ്കൾ ഇപ്പോൾ തന്നെ വിശദീകരിച്ചതുപോലെ ഹരിതയുടെ നേതാക്കളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്ത്രീകളോട് നീതിപൂർവ്വം പെരുമാറിയിട്ടുള്ളത്? അതിനൊരു ഉദാഹരണം താങ്കളുടെ പ്രസ്ഥാനത്തെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുകയും ചെയ്തിരുന്നു. സമാനമായ സാഹചര്യത്തിലും ഇതേ ചോദ്യം കേരളത്തിൽ ഉന്നയിക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടതാണ്. അല്ല, ഞാൻ അത് സംസാരിക്കാം. ഇവിടെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ അവർ ഉന്നയിക്കുന്നത് ഞാൻ കേട്ടു. അത് കേട്ടിട്ട് കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഒഫീഷ്യലായിട്ടുള്ള അത് സംബന്ധിച്ചുള്ള പ്രതികരണം ഞങ്ങൾ നടത്തിയത്. അവർക്ക് ഇനിയും അക്കാര്യത്തിൽ വിമർശിക്കാം. അതവരുടെ രാഷ്ട്രീയമായ വിമർശനമാണ്. അവർ നാളെയും ആ വിമർശനം നടത്തിയെന്നിരിക്കും. കാരണം അവർ ഇപ്പോഴും ലീഗിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയാണ്. തീർച്ചയായും അത്തരം വിമർശനങ്ങളെ ആ വിമർശനത്തിന്റെ ബേസിൽ സംസാരിക്കാം, ഷാനിക്കും ചോദിക്കാം. പക്ഷേ ഈ ഉണ്ടായിരിക്കുന്ന മനോഭാവത്തിന്റെയും സമീപനത്തിന്റെയും അപരിഷ്കൃതമായ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നതിന്റെയും കാര്യങ്ങളെ, ഈ സംഭവത്തെ, ഇതൊരു സംഭവമാണ്, മറ്റൊരു മനോഭാവമാണ്, ഇതൊരു ഇൻസിഡന്റ് ആണ്. നിങ്ങൾ പറയുന്നത് ഈ ഉന്നയിക്കപ്പെടുന്ന ഇവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള ഈ പ്രശ്നം അതൊരു സംഭവമാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. അതൊരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഡിവൈഎഫ്ഐ ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താണ്? ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം എന്താണ്? ഈ ആധുനിക കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവർ
അതിൽ മെമ്പർഷിപ്പ് പോലും വനിതകൾക്ക് നിഷിദ്ധമാണ്. ഇനി വനിതകൾ വന്നാലോ, വരുന്ന വനിതകൾക്ക് ഡ്രസ് കോഡാണ്. അത് ശരിയാണ്. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അകത്ത് നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ മനോഭാവത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വനിതകൾ തുറന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇൻസിഡന്റ് ആണ്, പക്ഷേ അതിലും ഒരു മനോഭാവം ഉണ്ടായിരുന്നു. താങ്കൾ ശ്രീ PMA സലാമിനെതിരെ ഉന്നയിച്ച ചോദ്യമുണ്ടല്ലോ, റേപ്പ് ഒന്നും നടന്നിട്ടില്ലല്ലോ എന്നത്. അതേ ചോദ്യം ഡിവൈഎഫ്ഐയിലെ ഒരു പെൺകുട്ടി CPM-ലെ ഉന്നത നേതാവിനെതിരെ പരാതി നൽകിയപ്പോൾ CPM-നകത്തും ഉയർന്ന ചോദ്യമല്ലേ? അന്നും കേരളം ഈ ചോദ്യം കേട്ടതല്ലേ? അതും മനോഭാവത്തിന്റെ പ്രശ്നമല്ലേ? അതല്ല, തീർച്ചയായുമാണ്. ഞാൻ ഒരു കാര്യം കേൾക്ക്, ഞാനത് വ്യക്തത വരുത്തി പറയാം. ഈ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും ഒരുപാട് മുൻപോട്ട് പോകേണ്ടതുണ്ട്. കേരളം എന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ടി ഉൾപ്പെടെ, ഞാൻ പ്രതിനിധീകരിക്കുന്ന സംഘടന ഉൾപ്പെടെ നമ്മൾ ഒത്തിരി ഇനിയും മുമ്പോട്ട് പോകണം. അത് കേരളമാകെ പോകേണ്ടതാണ്. കാരണം നമ്മൾ തലമുറകളായി ഒരു ആണധികാരത്തിന്റെ രുചി നുകർന്ന് ജീവിക്കുന്നവരാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ, സ്ത്രീ വിമോചനം സംഭവിക്കുന്നതുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയാത്ത കാര്യമാണ്. കാരണം സ്ത്രീകൾ ലൈംഗിക അധിക്ഷേപം നേരിടുമ്പോൾ, ലൈംഗിക അതിക്രമം നേരിടുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റമാണ്. സമൂഹത്തിന്റെ പുരോഗതിയും ഓരോ പാർട്ടിയും രാഷ്ട്രീയ പുരോഗതി എത്തുന്നവരെയും കാത്തിരിക്കാൻ സ്ത്രീകൾക്ക് ഒരു ബാധ്യതയുമില്ല. നീതി ഉറപ്പാക്കേണ്ട സന്ദർഭമാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇത് ഷാനിയുടെ ഈ രീതിയോടെ എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. ഞാൻ ഇത്രയും തരം കാത്തിരിക്കുകയായിരുന്നു. ഇനി 15 മിനിറ്റാണ് ഈ ചർച്ചയിൽ അവസാനിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രശ്നത്തിൽ ആദ്യം മുതൽ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്ന സംഘടന ഡിവൈഎഫ്ഐ മാത്രമാണ്. വേറൊരു യുവജന സംഘടന അങ്ങനെ സ്വീകരിച്ചതായി ഞങ്ങൾ കണ്ടില്ല. അങ്ങനെ സ്വീകരിക്കുന്ന ഒരു സംഘടനയുടെ സെക്രട്ടറി സംസാരിക്കുമ്പോൾ ദയവായി നിങ്ങളെ ഏത് ചോദ്യവും ഞാൻ ഏറ്റുവാങ്ങാം, പക്ഷെ അതിന് മതിയായ സമയം തരണം. ഇല്ലെങ്കിൽ എനിക്ക് കടുത്ത വിയോജിപ്പ് അങ്ങയോട് രേഖപ്പെടുത്തി നിസ്സഹകരിക്കേണ്ടി. ആ പരാമർശം താങ്കൾ തന്നെ എടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടപെട്ടത് ചോദിച്ചത്. താങ്കൾ പറയുന്ന കാര്യങ്ങളെ പറയട്ടെ. അങ്ങ് കേൾക്കൂ, ഞാനില്ല ആ പ്രശ്നത്തിലൊന്നും തന്നെ സംസാരിക്കാം. ഇത് പ്രശ്നം എന്താ, കേരളം പൊതുവിൽ സ്ത്രീ സമത്വത്തിന്റെ കാര്യത്തിലോ സ്ത്രീകളോടുള്ള സമീപനത്തിന്റെ കാര്യത്തിലോ ഇനിയും ഒട്ടേറെ മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. മനോഭാവത്തിന്റെ കാര്യത്തിലും സമീപനത്തിന്റെ കാര്യത്തിലുമെല്ലാം കുടുംബങ്ങൾക്കകത്തും പൊതു ഇടങ്ങളിലും രാഷ്ട്രീയ പരിസരങ്ങളിലും കൂടുതൽ സജീവമാകേണ്ടതുണ്ട് ഈ ചർച്ചകൾ, യാതൊരു സംശയമില്ല. അതിന് മുൻകൈ എടുക്കുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, നമ്മൾ ഈ നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ഇനിയും മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് എത്താൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് നയം പ്രഖ്യാപിക്കുന്ന ഒരു സംഘടനയെ വിചാരണ ചെയ്യുമ്പോൾ മുൻപിലെത്തിയവരും കുറേയധികം ഭേദപ്പെട്ട നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരെ ഇൻസിഡൻസ് ചൂണ്ടി സംസാരിക്കുന്ന അവരെ സംരക്ഷിക്കലാണ്. എന്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്ത്രീ സമത്വം ആ ഭരണഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായ ലീഗിന് എന്തുകൊണ്ട് ബാധകമാകാത്തത്? അതൊരു സ്ഥിരം സമീപനത്തിന്റെ പ്രശ്നമാണ്. ഇവരോട് കാണിക്കുന്ന അനീതിയുടെ പ്രശ്നം എന്താണ്? ഇത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ, നിലപാട് സ്വീകരിക്കാമായിരുന്നല്ലോ, ശക്തമായ രാഷ്ട്രീയ നടപടി സ്വീകരിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് വനിതാ കമ്മീഷനിലേക്ക് പോകേണ്ടി വന്നത്? എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു? ലീഗിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണല്ലോ. എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു? പെണ്ണു പറയാറായോ എന്നതാണ് ഇവരുടെ മനോഭാവം. 4 പെണ്ണുങ്ങളുടെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്നതാണ് മനോഭാവം. ആ മനോഭാവത്തെ വേറെ ഒരു സംഭവവുമായും നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കരുത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ബഹിരാകാശത്ത് പോലും വനിതകൾ എത്തുന്ന കാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു ഉന്നതാധികാര സമിതിയിലും ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമിതിയിലും ഒരു വനിതയ്ക്കും നേരിട്ട് അംഗത്വമില്ല എന്ന് നിശ്ചയിക്കുന്ന മനോഭാവത്തെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ആ മനോഭാവത്തെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇവർ ഉയർത്തുന്ന പ്രശ്നം, ഇവർ ഇപ്പോൾ നേരിടുന്ന, ഇവർ അനുഭവിച്ചു തീർത്ത പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. വളരെ കാര്യത്തോടെ പറയുന്നു. അതിൽ നിന്ന് ഈ ചർച്ച ഈ നിലയ്ക്ക് കൂടി പുരോഗതി പ്രാപിക്കണം, വികസിക്കണം. ഇപ്പോൾ വളരെ വിദ്യാസമ്പന്നരായ ഒരു സമൂഹം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ശരിയാണ് റഹീം. അത്തരത്തിൽ സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതല്ല ഈ സ്ത്രീകൾ അർഹിക്കുന്ന നീതി എന്ന് തീരുമാനം എടുക്കാൻ പോന്ന സ്ത്രീ പ്രാതിനിധ്യം, അതിന്റെ ആവശ്യം പോലും വരുന്നത് വളരെ ഖേദകരമാണ്. അതായത് സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ഉന്നതാധികാര സമിതിക്ക് നീതിപൂർവമായ തീരുമാനമെടുക്കാൻ കഴിയില്ലെങ്കിൽ, ഈ രാഷ്ട്രീയം മനസ്സിലാകില്ലെങ്കിൽ അത് തന്നെ ഒരു തോൽവിയാണ്. പക്ഷേ സ്ത്രീകൾ ഉണ്ടായിട്ടും പുരോഗമനം ആവശ്യത്തിന് പറഞ്ഞിട്ടും സമാനമായ സന്ദർഭങ്ങളിലൊക്കെ, ഇത് മാത്രമല്ലല്ലോ, അതൊരു ഇൻസിഡന്റ് ആണെന്ന് താങ്കൾ പറഞ്ഞു, സമാനമായ സന്ദർഭങ്ങളുണ്ട്.
വനിതാ രാഷ്ട്രീയ നേതാക്കൾ തെറ്റാണ്. ഞാൻ പരസ്യമായി സംസാരിക്കാം. ഒരു മിനിറ്റ്. അവഹേളനം ഒരു മിനിറ്റ് നേരിട്ട പറയട്ടെ. സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ സ്ത്രീകളുടെ പ്രാതിനിധ്യം മതിയായി ഉണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ പുരോഗമന നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ അതല്ല, പാർട്ടികൾക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു എന്ന ചോദ്യവുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തന്നെ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് ഹനീഫയും കാത്തിരിക്കുകയാണല്ലോ. ശ്രീ ഹനീഫ, ഇതിൽ ലീഗ് ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും തിരുത്താനില്ല, ഞങ്ങൾക്ക് ഒറ്റ വാക്കിൽ പ്രതികരിച്ചോട്ടെ. ശരി, പറഞ്ഞോളൂ ശ്രീ റഹീം. ഒരൊറ്റ വാക്കിൽ പ്രതികരിച്ചോട്ടെ. ഷാനി, നിങ്ങൾ ഈ പറയുന്നത് അറുപഴഞ്ചൻ ആശയങ്ങളുടെ തടവറയിൽ നിൽക്കുന്ന ലീഗിനെ ന്യായീകരിക്കലാണ്, അവർക്ക് ഇടപെടൽ ചെയ്തു കൊടുക്കലാണ്. നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിലേക്ക്, നേരത്തെ നിങ്ങൾ പറയുന്നത് പാലക്കാട്ടെ ശശിയുടെ പ്രശ്നമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചേ, ആ പ്രശ്നമാണല്ലോ ഉന്നയിച്ചേ. ആ പ്രശ്നത്തിൽ നടപടി സ്വീകരിച്ചു അതിന്റെ പാർട്ടി. ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗം, അവർ CPIMന്റെ അംഗമാണ്. CPIMലെ ഒരു പാർട്ടി നേതാവ് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതി അയാളുടെ പാർട്ടിയെ അറിയിക്കുന്നു. ആ പാർട്ടി അത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചു. ഇപ്പോ നജ്മ തന്നെ ഇവിടെ ഉദ്ധരിച്ചൊരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോ വിവിധ തിയറികളുണ്ട്. റീഹാബിലിറ്റേറ്റീവ് തിയറി ഓഫ് പനിഷ്മെന്റ് ആണല്ലോ കേരളം, നമ്മൾ ഇന്ത്യ സ്വീകരിക്കുന്നത്. എല്ലാ കാലത്തും ഒരാളെ അങ്ങനെ നിർത്താനാകില്ലല്ലോ, അത്രേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു നടപടി സ്വീകരിച്ചു, അതിനെ അറ്റൻഡ് ചെയ്തു. നിയമം കൈകാര്യം ചെയ്യേണ്ടതില്ലാത്ത പരാതിയായിരുന്നു അതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിക്ക് അഭിപ്രായമുണ്ടോ ശ്രീ റഹീം? ആ വിഷയത്തെ തന്നെ എടുത്താലും അങ്ങനെ എടുത്തോളൂ. നിയമം കൈകാര്യം ചെയ്യേണ്ടതില്ലാത്ത പരാതിയായിരുന്നു അത് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ ശ്രീ റഹീം? ഇതേ ചോദ്യം അന്ന് ആ വിക്ടിമിനോട് തന്നെ നിങ്ങൾ മൈക്കുമായി പോയി ചോദിച്ചതാണ്. ആ വിക്ടിം പറഞ്ഞു, ഈ പാർട്ടിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഈ പാർട്ടിയാണ് ഞാൻ സമീപിക്കുന്നത്, നിയമപരമായ നടപടികളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ താങ്കളുടെ അഭിപ്രായമാണ് ചോദിച്ചത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായമാണ് ചോദിച്ചത്. താങ്കൾ ഹരിതയിലെ നേതാക്കൾ അർഹിക്കുന്ന നീതി എന്താണ് എന്നും ഇത്തരം കാര്യങ്ങളിൽ നിയമം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും വ്യക്തമായി നിലപാടെടുത്തല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. നിയമം കൈകാര്യം ചെയ്യേണ്ടതില്ലാത്ത പരാതിയായിരുന്നു PK ശശിക്കെതിരെ ഉയർന്നത് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ വ്യക്തിമായ ആളാണ് ഇത് സംബന്ധിച്ച് നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾ ഇത് രണ്ടിനെയും താരതമ്യം ചെയ്യുന്നത് വളരെ വിചിത്രമാണ്, തീർത്തും വിചിത്രമാണ്. അറുപഴഞ്ചവൻ മനോഭാവം സ്വീകരിക്കുന്ന ഒരാളെ നിങ്ങൾ ഞാനല്ല താരതമ്യം ചെയ്തത് റഹീം. ഒരൊറ്റ ചോദ്യം കൊണ്ട് നേരിട്ട സംഭവത്തിലേക്ക് ഓർമ്മകൾ മുഴുവൻ കൊണ്ടുപോയത് താങ്കളാണ്. ഞാൻ ഈ വിഷയത്തിൽ താങ്കളോട് തർക്കിക്കാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ താങ്കൾ ചോദിച്ച ആ ചോദ്യം കേരളം മുൻപ് കേട്ടിട്ടുണ്ട്, അത് ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ. അങ്ങനെയല്ല, അതല്ല ഷാനി ഒരു ചർച്ചയിൽ എന്തെല്ലാം ചോദിക്കുമെന്നൊരു മിനിമം ധാരണയൊക്കെ എനിക്കുണ്ട്, മനസ്സിലായല്ലോ. ഷാനി ഞാനിത് ഉന്നയിച്ചാലും ഉന്നയിച്ചില്ലെങ്കിലും ഷാനി ഇത് ചോദിക്കും. ഏതെങ്കിലും ഒരു കാര്യം ഉന്നയിക്കാതെ കാണാമറയത്ത് ഒളിച്ചു പോകേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ ചർച്ചകൾ നടത്തുമ്പോൾ ഒളിച്ചോടിയവരുമല്ല ഞങ്ങളാരും. അന്നും ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്, അന്നും മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും മറുപടി പറയാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത് വളരെ ക്ലിയർ ആണ്. നജ്മ ഉൾപ്പെടെയുള്ളവർ അന്ന് ആ വിക്ടിം പരാതി കൊടുത്തതുപോലെ തന്നെ അവരുടെ പാർട്ടിയെ ഇവരും സമീപിച്ചു. ഇവർ വനിതാ കമ്മീഷന്റെ അടുത്തേക്കല്ല വന്നത്, പരാതി തന്നെയാണ് പോയത്. അവർ കാത്തിരുന്നത് പരിഹരിക്കാതിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്? പാർട്ടി കോടതികളാണ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണോ ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്നാണ് ശ്രീ റഹീം ഞാൻ താങ്കളുടെ അഭിപ്രായം അറിയാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ശ്രീ റഹീം, പാർട്ടി കോടതികൾ തന്നെയാണ് സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാധിക്ഷേപങ്ങളിലും ലൈംഗികാതിക്രമ പരാതികളിലും തീരുമാനമുണ്ടാക്കേണ്ടത് എന്നാണോ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം? അതല്ലാന്നേ, അതാ വിക്ടിമല്ലേ പരാതി കൊടുക്കേണ്ടത്. നിങ്ങൾ ഇത് പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, ഇവരിപ്പോ പാർട്ടി നിയമപരമായ നടപടി ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതേ വിഷയത്തിൽ എടുക്കുന്ന വിചിത്രമാണ് ഈ ചോദ്യം. ഹരിതയുടെ വിഷയത്തിൽ നിയമപരമായ നടപടി അതിന്റെ വേഗതയിൽ നടക്കുന്നുണ്ട് തന്നല്ലോ. അതല്ലല്ലോ അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്താ? അവരുടെ പ്രശ്നം പാർട്ടി ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിയമ നടപടിയല്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അവർ ചോദ്യം ചെയ്തത് ഇപ്പോഴും ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ റഹീം. നമ്മുടെ സമയം കുറച്ച് നീട്ടിയെടുക്കാൻ നമുക്ക് കഴിയുമായിരിക്കും, പക്ഷേ അതിലേക്ക് തിരിച്ചു വരാം. എന്തെന്നാണ് ഇതിൽ ഇരകളാക്കപ്പെട്ടവർ പറഞ്ഞത്? താങ്കളുടെ പാർട്ടിയുടെ മനോഭാവം താങ്കൾക്ക് അഭിമാനകരമാണോ? തീർച്ചയായിട്ടുമാണ്. ശരി, തീർച്ചയായിട്ടുമാണ്. വ്യക്തതയുണ്ട് അക്കാര്യത്തിൽ.
ശ്രീ മുഹമ്മദ് ഹനീഫ, മനോഭാവത്തിന്റെയും ഇക്കാര്യത്തിൽ ഇപ്പോഴും മുസ്ലിം ലീഗ് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ. ഇത്രയധികം ശക്തമായി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമായി ലോകത്തോട് ഈ ഹരിത നേതാക്കൾ വന്ന് പറഞ്ഞിട്ടും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന നിലപാടുമായി മുസ്ലിം ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? അങ്ങനെ പറയുന്ന മുസ്ലിം ലീഗ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കേരളത്തിലെ സ്ത്രീകൾ അടങ്ങുന്ന സമൂഹത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? തീർച്ചയായും അത് മുസ്ലിം ലീഗിന് മാത്രമായി തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. മുസ്ലിം ലീഗിന് ഒരു തീരുമാനം എടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം ഇത് ഒന്നാമതായി ഇതൊരു സംഘടനാപരമായ വിഷയമല്ല, അച്ചടക്ക നടപടി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഒത്തുതീർക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇതൊരു ജെൻഡർ ജസ്റ്റിസിന്റെ പ്രശ്നമാണ്. സ്ത്രീകൾ, ഈ പെൺകുട്ടികൾ, അവർക്ക് നീതി കിട്ടിയില്ല എന്ന ബോധ്യം, പൂർണ്ണമായ ബോധ്യമുണ്ട്. ആ പൂർണ്ണമായ ബോധ്യത്തിൽ നിൽക്കുന്ന കുട്ടികൾ, അവർക്ക് ആത്മാഭിമാനത്തിന് മുറിവേറ്റു എന്ന വേദനയുണ്ട്. അങ്ങനെ അവരോട് കാണിച്ചത് ക്രൂരതയാണ്. ഈ കുട്ടി തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നജ്മ പറഞ്ഞത് അതാണ്, ക്രൂരമാണ് എന്നാണ്. ക്രൂരത നേരിട്ടിട്ടുണ്ട്, ആത്മാഭിമാനത്തിന് മുറിവേറ്റിട്ടുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾക്ക്, അനീതിക്ക് ഇരയായിട്ടുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ സംസാരിച്ചു തുടങ്ങുകയാണ് ഇന്ന്. നമുക്കറിയാം, ഇത് 2.5 മാസത്തോളമായി ജൂൺ 24 എന്ന് പറയുന്നു. ജൂൺ 24 മുതൽ ഉള്ള ഒരു പ്രശ്നം ഇന്നാദ്യമായി അതിന് അനീതിക്കിരയായ കുട്ടികൾ സംസാരിക്കുന്ന ഇന്നാണ്. ഇതിനു മുമ്പ് പാർട്ടിയുടേതായ ചാനൽ ചർച്ചകളിലാകട്ടെ, മാധ്യമങ്ങളിലാകട്ടെ, പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന PMA സലാമിന്റെ ബ്രീഫിങ്ങുകളിലൂടെ ആകട്ടെ, പത്രക്കുറിപ്പുകളിലൂടെ ആവട്ടെ, അച്ചടക്ക നടപടികളിലൂടെ ആവട്ടെ, മുസ്ലിം ലീഗ് അതിന്റെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോഴൊന്നും ഈ ഹരിതയുടെ വക്താക്കളായ ഈ 10 പെൺകുട്ടികളിൽ ഒരാൾ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയോ അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നാദ്യമായി അവർ പൂർണ്ണമായി പാർട്ടി അവരോട് അനീതി കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നേയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം, തുടങ്ങുന്നതേ ഉള്ളൂ. അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈ പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ നേതൃത്വത്തെയാണ് പറയുന്നത്, പാർട്ടിയെ അല്ല, അതിന്റെ ആശയത്തെ അല്ല, അതിന്റെ രാഷ്ട്രീയത്തെ അല്ല. അതിന്റെ നേതൃത്വത്തിലുള്ള പഴഞ്ചൻ ചിന്താഗതികളെ, അതിന്റെ എന്താ പറയുക, ഇവർ ഉയർത്തുന്ന വിഷയം അതിന്റെ സാന്ദ്രതയിൽ, അതിന്റെ ഡെൻസിറ്റിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത നേതൃത്വത്തിനെതിരെയാണ് അവർ പറയുന്നത്. അവർ പേരെടുത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു നീതിയുടെ പ്രശ്നമാണ് എന്ന് പാർട്ടി തുടക്കം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ എല്ലാ സമയത്തും ഉന്നയിക്കാൻ ശ്രമിച്ച പ്രശ്നം ഇതൊരു നീതിയുടെ പ്രശ്നമാണ് എന്ന് പാർട്ടി എപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമേ അല്ല. ഇത് മുസ്ലിം ലീഗിനകത്ത് നടന്ന സവിശേഷമായ ഒരു പ്രശ്നം എന്ന നിലയിലാണ് പരിഹരിക്കേണ്ടത്. ഇതിന് സമാനമായ പ്രശ്നങ്ങൾ മറ്റു പാർട്ടികളിൽ ഉണ്ടാവാം, ഒരുപക്ഷെ ഇതിനേക്കാൾ ഭീകരമായ തരത്തിലുണ്ടാവാം. അതും ഇതുമായി തുലനം ചെയ്തുകൊണ്ടോ ആ പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് അതിനേക്കാൾ ഇത് ലഘുവായതാണ്, ഇതിനെ ലാഘവത്തോടു കൂടി സമീപിച്ചാൽ മതി എന്ന് വെക്കുന്നതോ തെറ്റാണ്. അതിനു പകരം ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയിൽ അതിലെ പെൺകുട്ടികൾ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതിയെ അതിന്റെ മുഖവിലക്കെടുക്കുകയാണ് പാർട്ടി ആദ്യം ചെയ്യേണ്ടത്. അതിൽ ന്യായമുണ്ടോ, നീതിയുണ്ടോ, അവർ പറയുന്നതിൽ വസ്തുതയുണ്ടോ, യുക്തിയുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവർ സഹോദരിമാരാണ്, മക്കളാണ് എന്നൊക്കെ പറയുന്ന ഒരു പരിഗണന പാർട്ടി ഈ കുട്ടികളോട് യഥാർത്ഥത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും അത് മാത്രമല്ല ശ്രീ ഹനീഫ, അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഏത് രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യുമ്പോഴും ഉടനെ സ്ത്രീകൾ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരെ സഹോദരിമാരായി മാറ്റി നിർത്തി എന്തിനാണ് വൈകാരികത കൊണ്ടുവരുന്നത്? തുല്യ അവകാശമുള്ള വ്യക്തികളായി കണ്ടുകൊണ്ട് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ എന്ത് തടസ്സമാണ് ഈ വൈകാരിക പ്രകടനത്തിലൂടെ ഉന്നയിക്കുന്നത് എന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി നജ്മ, എന്തായാലും ഇക്കാര്യത്തിൽ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെയും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ഒരിക്കലും ഇതുപോലെ പരസ്യമായി വന്ന് ഞങ്ങൾ ഇത്തരം അനീതി നേരിട്ടു, ഞങ്ങളെ ഇത്തരത്തിൽ ലൈംഗികമായി അധിക്ഷേപിച്ചു, ഞങ്ങളുടെ സ്വത്വം ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നിലവിൽ നടക്കില്ല എന്ന് നമുക്കറിയാം. CPM-ൽ എന്തായാലും നടക്കില്ല. കോൺഗ്രസിലും അങ്ങനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ആന്തരിക വിമർശനമെങ്കിലും ആ പാർട്ടിയിൽ ഉയർന്നു വരും എന്ന് കരുതുന്നവരെങ്കിലും ഉണ്ടാകും. പക്ഷേ മുസ്ലിം ലീഗ് ഇപ്പോഴും പറയുന്നത് നോക്കൂ നജ്മ, ഒരു മാറ്റവുമില്ല, പറയാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നജ്മ നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചാലും ഇന്നും ജനറൽ സെക്രട്ടറി പ്രഖ്യാപിച്ചതും അത് തന്നെയാണ്. ഈ മുസ്ലിം ലീഗ് തിരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഈ ആദർശത്തോടൊപ്പം ഇനിയും മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കുന്നു?
രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച ബഹുമാനപ്പെട്ട റഹീം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങളായി ഹരിതയുടെ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും അദ്ദേഹം ഒരു സ്ഥിര പ്രാതിനിധ്യമായി കാണുന്നുണ്ട്. അദ്ദേഹം മുന്നോട്ട് വെച്ച ജനാധിപത്യ ആശയങ്ങളെയൊക്കെ, പുരോഗമന ആശയങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തിയിട്ടുള്ള കറക്റ്റീവായിട്ടുള്ള ഓരോ വാക്കുകളെയും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി, ജനാധിപത്യ ബോധത്തോടു കൂടി സ്വീകരിക്കുന്നു. അദ്ദേഹം ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച കുറെ കാര്യങ്ങളുണ്ട്. ആണധികാരത്തിന്റെ തടവറയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അത്തരത്തിൽ മനോഭാവമാണ് പ്രശ്നം എന്നൊക്കെയുള്ള ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റുകളെ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹരിതയുടെ വിഷയം ചർച്ചയ്ക്ക് വന്ന ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു മനപ്രയാസം എന്ന് പറയുന്നത്, ഹരിതയുടെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് ഉത്തരം പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം റഹീമിനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ റീസെന്റ് ആയിക്കൊണ്ട് KTDCയുടെ ചെയർമാൻ ആയിക്കൊണ്ട് സ്ഥാനക്കയറ്റം കിട്ടിയ PK ശശിയെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നേയില്ല. താങ്കൾ തിരുത്തലുകളെ കുറിച്ച് പറഞ്ഞുവല്ലോ. ഞാൻ നേരത്തെയും സംസാരിച്ചു, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിസ്, നീതി എന്ന ആശയത്തിന് തിരുത്തലിന് വലിയ പ്രാധാന്യമുണ്ട്. വളരെ റീസെന്റ് ആയിക്കൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മുടെ മന്ത്രി AK ശശീന്ദ്രന്റെ ഒരു പ്രസ്താവന, അതിനു മുൻപ് വിജയരാഘവന്റെ നിരന്തരമായ പ്രസ്താവനകൾ, ഇത്തരത്തിലുള്ള തികച്ചു സ്ത്രീവിരുദ്ധമായ, ആളുകളെ പൂതന എന്ന് വിളിക്കുന്ന, ലൈംഗികമായി അധിക്ഷേപിക്കുന്ന പ്രസ്താവനകൾ ആ പാർട്ടിക്കുള്ളിലുണ്ട്. അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അഡ്രസ് ചെയ്യുകയും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിൽ അപലപിക്കുകയെങ്കിലും ചെയ്തിട്ട് ആ നേതാക്കന്മാരെ തിരുത്തിയിട്ട് നിങ്ങൾ വരൂ. മുസ്ലിം ലീഗിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ച്, അതിലും അപ്പുറത്തായിക്കൊണ്ട് മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. അതിനുള്ള അർഹത നിങ്ങൾക്ക് ഉണ്ട്. അത് അപ്പോൾ മാത്രമാണ്. തിരുത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് അതിന് ധാർമ്മികമായ അവകാശമില്ല. രണ്ടാമതായി ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. മറ്റൊരു അവസരം കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. രണ്ടാമതായിക്കൊണ്ട് രണ്ടതാണി സാഹിബ് നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അദ്ദേഹവും ഞാനും ഒരു ചർച്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ വാർത്ത അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂർണ്ണമായും കേട്ടു, പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും കേട്ടു. ഈ വിഷയത്തെ പഠിച്ചു. ഇതിൽ തീരുമാനമെടുക്കുന്ന എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യമുള്ളവരായിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇനിയെങ്കിലും മാറ്റിവെക്കുക. ഇതൊരു അഭ്യർത്ഥനയാണ്. ഇത് പൂർണ്ണമായി കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ താങ്കളുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം, ബാക്കിയുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കാം. നിങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഈ പരാതിയെ പഠിക്കുക. ഈ വിഷയം ഒരു പക്ഷെ നിങ്ങൾ ക്ലോസ്ഡ് ചാപ്റ്റർ ആയിട്ട്, നമ്മൾ ക്ലോസ്ഡ് ചാപ്റ്റർ ആയിട്ട് കൂട്ടിയെങ്കിൽ കൂടി ഇതിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ പോലും ഇതിനെയും നമുക്ക് നീതി കിട്ടുന്ന രൂപത്തിൽ പരിഹരിച്ചു പോകണം. അതിന് പൂർണ്ണമായ ചർച്ച നടന്നു എന്ന അനാവശ്യ പ്രയോഗം ഇനി ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാർക്ക് ഇപ്പോഴും ഞങ്ങൾ തള്ളി പറയേണ്ടി വരില്ല. പഠിച്ചിട്ട് സംസാരിക്കുമെന്ന് നിങ്ങൾ മുസ്ലിം ലീഗിനോട് പറയുന്നു. പക്ഷെ നജ്മ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അത് കേരളം കണ്ടതാണ്. PK ശശിയുടെ കാര്യത്തിൽ നടപടി നേരിട്ടു PK ശശി. അതിനുശേഷം നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ എല്ലാ കാലവും ആ വ്യക്തിയെ ആ കുറ്റത്തിന്റെ പരിധിയിൽ നിർത്താനാവില്ല. തെറ്റ് തിരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം എന്ന്. ആ ന്യായം CPM-ന് പറയാനുണ്ടാകും. വിജയരാഘവൻ എന്ന LDF-ന്റെ ഇടത് കൺവീനർക്ക് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, പരസ്യമായി തെറ്റേറ്റു പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അത് ആവർത്തിച്ചോ എന്നുള്ളത് വീണ്ടും നമുക്ക് ഉന്നയിക്കാവുന്ന ചോദ്യമാണെങ്കിലും, അങ്ങനെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തി ഇപ്പോൾ മുസ്ലിം ലീഗിൽ സംഭവിച്ചതുപോലെ അങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകാൻ ഈ നേതാക്കൾക്കൊന്നും അവസരം ലഭിച്ചിട്ടില്ല നജ്മ. അത് വ്യത്യാസമല്ലേ? അത് വ്യത്യാസമാണ്. ഞാൻ ഒരിക്കലും ഈ രണ്ട് കാര്യങ്ങളെയും ഒരേ തുലാസിൽ വെച്ച്, ഒരേ സ്കെയിലിൽ വെച്ച് അളക്കുന്നേ ഇല്ല. ഇത് രണ്ടും രണ്ടാണ്. ഞങ്ങൾ ഇന്ന് ആവർത്തിച്ചൊരു കാര്യമുണ്ട്. ഇത് പൊളിറ്റിക്കൽ പാർട്ടികളിൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ, ഓരോ ഓർഗനൈസേഷനുകളിലും ഉള്ള വിഷയമാണ്. ഈ പാർട്ടിക്കകത്തും പ്രശ്നമുണ്ട്, മറ്റൊരു പാർട്ടിക്കകത്തും പ്രശ്നമുണ്ട്. വളരെ പുരോഗമന സ്വഭാവം പേറുന്നതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയാണല്ലോ CPM എന്ന് പറയുന്നത്. ഓരോ സംഘടനകൾക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട്. മാതൃകയാവേണ്ട പുരോഗതികൾ ഞങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അവകാശപ്പെടുന്ന സംഘടനയാണ് CPM. അതിനകത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അതിനെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് ആവർത്തിക്കാതെ നോക്കാനുള്ള കഴിവ് കൂടി അവർക്ക് ഉണ്ടാവണമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല?
വീണ്ടും ഉണ്ടായിട്ടില്ലേ? എത്ര പ്രാവശ്യമായി പരാതികൾ വരുന്നു? ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ SFIയിലും DYFIയിലും പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകരുണ്ട്, അവർക്കൊന്നും ഇത്തരത്തിൽ പരാതി ഉന്നയിക്കാൻ പോലുള്ള ഒരു സ്പേസ് ഇല്ല എന്നാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമത്, അത് ആ പാർട്ടിയുടെ കേഡർ സ്വഭാവമാണ്, അത് ആ പാർട്ടിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. രണ്ടാമതായിട്ട് ഇങ്ങനെയുള്ള അബ്യൂസുകൾ അതിനകത്ത് നിന്ന് പുറത്തു വരിക എന്നുള്ളത് വലിയ പ്രോസസ്സാണ്. ഞങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രോസസ് അല്ല, അത് അതിലും വലിയ പ്രോസസ്സാണ്, അതിലും ഗ്രാവിറ്റി ഉള്ള പ്രോസസ്സാണ്. ആ പ്രോസസ് കടന്ന് വന്ന് ഈ പരാതി പൊതുസമൂഹത്തിൽ എത്തിക്കഴിഞ്ഞ് വീണ്ടും അത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ട് തടയാൻ സാധിക്കുന്നില്ല? നേരത്തെ വിജയരാഘവനെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വിജയരാഘവന്റെ ഒരു പ്രസ്താവനയാണെങ്കിൽ അദ്ദേഹം ഒരു പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുമായിരുന്നു, ഞാൻ അതിന് ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് പൂതന എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഷാനിമോൾ ഉസ്മാനെ അഭിസംബോധന ചെയ്ത കാര്യം, പിന്നീട് രമ്യ ഹരിദാസിനെ അഭിസംബോധന ചെയ്ത കാര്യം, പിന്നീട് നിരന്തരമായി ജാതീയ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുക, പൊതുസമൂഹത്തിൽ അപ്പോഴുള്ള ചർച്ചയിൽ മുഖം രക്ഷപ്പെടുത്തുക, ഇതാണോ നിലപാട്? ഇതാവരുത് നിലപാട്. അത് കാലാകാലത്തിലുള്ള ഒരു കറക്റ്റീവ് മെഷർ ആവണം. അതെന്തുകൊണ്ടുണ്ടായില്ല? പുരോഗമന സംഘടനയായിട്ടുള്ള CPMൽ നിന്ന് അതെന്തുകൊണ്ടുണ്ടായില്ല? അതിന് മറുപടി പറയട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടു കൂടി. തീർച്ചയായും. പക്ഷേ ഇപ്പോൾ ആ ചോദ്യം CPM ഉന്നയിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗ് രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഇപ്പോൾ മറുപടി പറയേണ്ട, ഒരു മറുപടിയും പറയേണ്ട ബാധ്യതയില്ലാതെയാണ് മുസ്ലിം ലീഗ് പോകുന്നത്. ശ്രീ റഹീം, നമുക്ക് കുറച്ച് സമയം കൂടി നീട്ടിയെടുക്കാം. തീർച്ചയായും ശ്രീ റഹീം, താങ്കൾക്ക് നജ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാം. അല്ല, എനിക്ക് പറയാനുണ്ട് ഷാനി. ഉറപ്പായും താങ്കളിലേക്ക് വരാം, ഒരല്പസമയം നീട്ടിയെടുക്കാം. അതല്ല, എനിക്ക് അറിയുന്നുണ്ട്, ഞാൻ ആദ്യം പറയട്ടെ. ഇല്ല ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്, ഞാൻ താങ്കൾക്ക് സമയം തരും, സമയം തരും. ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്, അദ്ദേഹം പറയട്ടെ. അല്ല, എനിക്കറിയാം, എനിക്ക് റഹീമിനെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പറയാൻ എനിക്ക് അവസരം വേണം. എനിക്ക് ആദ്യം അത് എന്റെ ഉറപ്പാണ് ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്. ഞാൻ പറഞ്ഞതിന് പറയട്ടെ. അല്ല, റഹീം അത് പറഞ്ഞതിന് എനിക്ക് മറുപടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് എനിക്ക് പറയാം. റഹീം നേരത്തെ പറഞ്ഞു നിർത്തിയതിന് എനിക്ക് മറുപടി പറയാനുണ്ട്. അതിലേക്ക് വരാം ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്, അതിലേക്ക് വരാം. ഇപ്പോൾ നജ്മ പറഞ്ഞ ചോദ്യത്തിന് കൃത്യമായി ഒരു ചോദ്യം ശ്രീ റഹീമിലേക്ക് വെക്കുകയാണല്ലോ. ഈ അബ്ദുറഹ്മാൻ അതല്ല, ഞാൻ അങ്ങയുടെ ഏത് ചോദ്യത്തിനും മറുപടി പറയാം. അബ്ദുറഹ്മാൻ റണത്താണി പെണ്ണിനെ മാത്രമല്ല ആണിനെയും പറയാൻ അനുവദിക്കില്ല എന്നായോ ഇനി നിങ്ങൾ? ഞാനത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിച്ചോട്ടെ. ഇവിടെ റഹീമിന് ഒരു സ്വഭാവമുണ്ട്, സമയം അതിക്രമിച്ച് അവസാന നിമിഷം വരെ കൊണ്ടുപോകുന്നത് അനുവദിക്കില്ലത്. കാരണം അത് നിയന്ത്രിക്കാൻ ഷാനിക്ക് കഴിയുമെങ്കിൽ മാത്രം നിന്നാൽ മതി. ശ്രീ അബ്ദുറഹ്മാൻ അടുത്താണ്, ദയവായി നജ്മ ഒരു ചോദ്യം ശ്രീ റഹീമിനോട് ചോദിക്കുന്നു, അതിനുശേഷം സംസാരിക്കുന്നവനും അറിയാതെ വേണ്ട എങ്കിലല്ലേ? ശ്രീ റഹീം, താങ്കൾ പറയൂ. നജ്മ തബ്ഷീറ വളരെ നിശ്ചിതമായ ഭാഷയിലാണ് എന്നെയും DYFIയും എല്ലാം വിമർശിച്ചത്. ആ വിമർശനത്തെ ജനാധിപത്യ മര്യാദയെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് മാത്രമല്ല, ഞാനത് മറുപടി പറയാം. അപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ നല്ല വാക്കുകൾ കൂടുതൽ ആവർത്തിച്ച് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ലീഗിനകത്തുയർത്തുന്ന ശബ്ദത്തെ ഞാൻ നവീകരണത്തിന്റെ ശബ്ദമായും സൂചനയായും കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. അപ്പോൾ അത് ആ വർത്തമാനം തിരുത്തുന്നില്ല. രണ്ട്, നിങ്ങൾ ചോദിച്ചു, ഞാൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കേരളത്തിൽ 21,90,630 യുവതികൾ നിലവിൽ അംഗങ്ങളാണ്. 21,90,630 പേർ. അവർ പ്രത്യേകമായൊരു സബ് കമ്മിറ്റിയായി മാറി വേറൊരു ദൂരെ അകലങ്ങളിൽ ഇരിക്കുന്നവരല്ല കേട്ടോ നജ്മ. ഞങ്ങൾക്കൊപ്പം രാത്രിയും പകലുമെന്നില്ലാതെ ഏതു രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും സമരങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. 21,90,630 അംഗങ്ങളുള്ള കേരളത്തിലെ വനിതകൾക്കിടയിൽ നിന്ന് ഒരാളിൽ നിന്നാണ് ഒരു പരാതി. അത് DYFI പ്രവർത്തകരെ സംബന്ധിച്ചല്ല, അയാൾ CPIMന്റെ അംഗമാണ്. ആ CPIMന്റെ പാർട്ടിക്കെതിരെ ഉയർന്നത്. തീർച്ചയായും അതുപോലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സമൂഹത്തെ തന്നെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. അതിനായാണ് പ്രവർത്തിക്കേണ്ടത്. അത് ഉന്നയിക്കപ്പെട്ട പാർട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി തരം താഴ്ത്തി. ലീഗിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഉന്നയിച്ച പരാതി പോലും
ഞാൻ വായിച്ചിട്ടില്ലെന്നാണ് ചർച്ച നടത്തിയ ആള് എല്ലാ ചർച്ചയും കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പകൽ പോലെ ഉണ്ടേ. പിന്നെ മറ്റൊന്ന്, സഖാബ് എ വിജയരാഘവനെ സംബന്ധിച്ച് നിങ്ങളിവിടെ ഉന്നയിച്ച കാര്യം, അദ്ദേഹം രമ്യ ഹരിദാസിന്റെ വിഷയത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. അതിനുശേഷം രണ്ടാമത് നിങ്ങൾ പറഞ്ഞു ഈ പൂതന എന്ന പരാമർശം വസ്തുതാപരമായ പിശകാണ്. ആ പരാമർശത്തിന്റെ ആരോപണം ഉന്നയിക്കപ്പെട്ടത് എ വിജയരാഘവന്റെ പേരിലേ അല്ല, വസ്തുതാപരമായി തന്നെ അത് പിശകാണ്. പിന്നെ സ്വാഭാവികമായും നജ്മ ഇത് പറയുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. ഞാൻ ഉന്നയിച്ച പ്രശ്നം, നിങ്ങൾ വാർത്തെടുക്കപ്പെട്ടത്, നിങ്ങൾ തുടർച്ചയായി മോൾഡ് ചെയ്യപ്പെട്ടത് മാർക്സിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്ന ഒരൊറ്റ ചാലകത്തിലൂടെയാണ്. സ്വാഭാവികമായും നിങ്ങളുടെ എല്ലാം മനസ്സിലതുണ്ടാകും, ചിന്തകളിലതുണ്ടാകും, അത് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് വേറെ ഡിബേറ്റ് ചെയ്യാന്നേ. പക്ഷെ ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം അതല്ലല്ലോ. മനോഭാവം എന്ന് നിങ്ങൾ പറഞ്ഞതിലാണ്. എന്താണ് ലീഗിന്റെ സ്ത്രീകളോടുള്ള ജെൻഡർ പൊളിറ്റിക്സിനോടുള്ള മനോഭാവം? നജ്മ പറ. സ്ത്രീ ആണും പെണ്ണും ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ, ആണും പെണ്ണും ഒരുമിച്ച് പൊതുവേദി പങ്കിടുന്നതിൽ, ഒരുമിച്ച് ഒരു കമ്മിറ്റിയിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നതിൽ, ഒരുമിച്ച് അംഗത്വം സ്വീകരിക്കുന്നതിൽ എന്താണ് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ലീഗിന്റെ അവസ്ഥ? നജ്മ, നിങ്ങളുടെ സംഘടനയേക്കാൾ, നിങ്ങൾ ഇപ്പോഴും അഭിമാനം കൊള്ളുന്ന സംഘടനയേക്കാൾ ഏറെ മുന്നിലാണ്. നിങ്ങൾ എങ്ങനെ വിമർശിച്ചാലും ഏത് അളവുകോൽ വെച്ച് നോക്കിയാലും എന്റെ ഡിവൈഎഫ്ഐ എന്ന സംഘടനയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന CPM എന്ന സംഘടനയും ഏത് തുലാസിൽ വെച്ച് നോക്കിയാലും. പിന്നെ ഒരു കാര്യം, ഇവിടെ മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, മോഡേൺ എഡ്യൂക്കേഷൻ. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് പരിഷ്കരണവാദികൾ ഉണ്ടായിട്ടുണ്ട്. ഹലീമ ബീവി ഉണ്ടായിട്ടുണ്ട്. ഹലീമ ബീവി തിരുവല്ലയിലാണ് ജനിച്ചത്. ഹലീമ ബീവി അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിതാ പത്രാധിപരായിരുന്നു. മുസ്ലിം വനിതാ പത്രാധിപരായിരുന്ന ഹലീമ ബീവിക്ക് പത്രപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ സമുദായത്തിൽ നിന്ന് വിലക്കേർക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ. ഞാൻ നിങ്ങളുടെ ഈ പ്രവർത്തനത്തെയും നിങ്ങളുടെ ഈ ശബ്ദത്തെയും, ഞാൻ പറഞ്ഞല്ലോ, ആണധികാരത്തിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ആ നവീകരണ പ്രക്രിയയുടെ തുടർച്ചയായാണ് കാണുന്നത്. നാടകവേദിയിൽ നിന്നുകൊണ്ട് പരസ്യമായി നാടകത്തിൽ അഭിനയിച്ചതിന്റെ പേരിൽ നിലമ്പൂർ ആയിഷയ്ക്ക് വേദിയിൽ വെച്ച് കല്ലേറേറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നിങ്ങളുടെ പ്രഖ്യാപനത്തെയും നിങ്ങളുടെ പ്രസ്താവനയെയും പിന്തുണയ്ക്കുന്നത് ആ പാതി വഴിയിൽ വെച്ച് എവിടെയോ വെച്ച് മുറിഞ്ഞുപോയ ആ വളരെ ശക്തമായ ചരിത്രത്തിൽ ആവശ്യമായി വേണ്ട നവീകരണ പ്രക്രിയയുടെ ഒരു തുടർച്ചയുടെ പ്രതിഫലനം നിങ്ങളുടെ വാക്കുകളിൽ കാണുന്നത് കൊണ്ടാണ്, ഈ ഇനിഷ്യേറ്റീവിൽ കാണുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോളൂ, അത് വേറെ ഡിബേറ്റിൽ സംസാരിക്കാം. പക്ഷേ തീർച്ചയായും ഉന്നയിക്കാം. ആ വിമർശനം നിങ്ങൾ ഇനിയും ഉന്നയിച്ചാലും ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇനിയും ലീഗിന്റെ കൊട്ടിപ്പിടിക്കുകയും ലീഗിന്റെ വേദികളിൽ നിന്നുകൊണ്ട് തുറന്ന് CPIഎമ്മിനെയോ ഡിവൈഎഫ്ഐയോ എതിർത്താലും നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ശബ്ദം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചരിത്രത്തിന്റെ ഇടനാടിയിൽ വെച്ച് ചരിത്രവും കാലവും ആവശ്യപ്പെടുന്ന നവീകരണത്തിന്റെ ശബ്ദമാണ്. അത് ആ ശബ്ദം ഉണ്ടാക്കി തന്നത് ആധുനിക വിദ്യാഭ്യാസമാണ്, ഈ വൈജ്ഞാനിക മുന്നേറ്റമാണ്. മുസ്ലിം സമൂഹത്തിനിടയിൽ, മുസ്ലിം സമുദായത്തിലെ യുവതികൾക്കിടയിൽ നവീകരണത്തിന്റെ ശബ്ദം ഉയർത്തുന്നത്. ആ ശബ്ദത്തെയും ആ ചിന്തയെയും ആ ആധുനിക സ്വപ്നങ്ങളെയും ഡിവൈഎഫ്ഐ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ അബ്ദുറഹ്മാൻ അനത്താണി, താങ്കൾക്ക് എ റഹീം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അതോടൊപ്പം അടഞ്ഞ അധ്യായം എന്ന് നിങ്ങൾ പറയുന്നത് കേരളത്തിന് മുന്നിൽ ഇന്ന് ശരിക്ക് തുറക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും നിങ്ങൾക്കത് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യം ഞാൻ പറയട്ടെ, ഇവിടെ റഹീം ചോദിച്ചത് മുസ്ലിം ലീഗിൽ വനിതകൾ അംഗങ്ങളുണ്ടോ എന്നാണ്. റഹീം ആദ്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിക്ക് 25 ലക്ഷം അംഗങ്ങളുണ്ട്. 25 ലക്ഷം അംഗങ്ങളിൽ മെമ്പർഷിപ്പിൽ 12,40,000 വനിതകളാണ്. വനിതാ മെമ്പർഷിപ്പ് 12 ലക്ഷത്തിൽ പരം മെമ്പർഷിപ്പുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ആ മുസ്ലിം ലീഗ് പാർട്ടിയിലാണ് നിങ്ങൾക്കറിയാം ദേശീയ വനിതാ കമ്മീഷനിലുണ്ടായിരുന്ന നമ്മുടെ മഹിളാ സംഘത്തിൻ്റെ നേതാവായിരുന്ന ചെയർപേഴ്സൺ അലങ്കരിച്ചിരുന്ന ഖമർനിസ അൻവർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയകരിയായ അഡ്വക്കേറ്റ് മറിയുമ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, അതുപോലെ സുഹറ മമ്പാട്, അങ്ങനെ എത്രയോ നല്ല വലിയ സ്ഥാനങ്ങൾ വഹിച്ച ഒരുപാട് വനിതകൾ കടന്നു വന്നിട്ടുണ്ട്. ഇനി അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ പെൺകുട്ടികളൊക്കെ തന്നെ മുസ്ലിം ലീഗിലൂടെ കടന്നു വന്നവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറയുന്ന ചില പുരോഗമന ആശയങ്ങൾക്കെതിരിൽ സമരം നടത്തിയിട്ടാണ് ഇവരൊക്കെ കടന്നു വന്നത്.
ഫാറൂഖ് കോളേജിൽ നിങ്ങൾക്ക് വസ്ത്രം ഉപേക്ഷിച്ച് ബത്തക്ക വെച്ച് ബത്തക്ക സമരം നടത്തിയ പെൺകുട്ടികൾ ഓർമ്മയുണ്ടാവും. ആ ബത്തക്ക സമരത്തെ അന്ന് SFI പിന്തുണച്ചപ്പോൾ ആ ബത്തക്ക സമരത്തെ പ്രതിരോധിച്ചവരെ നിങ്ങൾക്കറിയുമോ? ആ പ്രതിരോധിച്ച പെൺകുട്ടികളാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവർക്ക് ഏതാണ് മനുഷ്യന്റെ സംസ്കാരമെന്നും എങ്ങനെയാണ് അവർ നിൽക്കേണ്ടതെന്നും കൃത്യമായി പഠിച്ച് രാഷ്ട്രീയമായി അതിനെ വിനിയോഗിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ. അതുകൊണ്ട് എങ്ങനെയാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കേണ്ടത് എന്ന് വത്തക്ക സമരം എന്ന് ആക്ഷേപിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ചർച്ച വീണ്ടും നീളേണ്ടി വരും. ഞാൻ പറയട്ടെ സാനി, ഇവിടെ പറഞ്ഞല്ലോ DYFIയിൽ വനിതകൾ ഉണ്ടായിരുന്നോ? റഹീം സെക്രട്ടറി ആകാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇത് അറിയോ നിങ്ങൾക്ക്? ഒന്ന് പരിശോധിക്കുക ഷാനിയോ, നിങ്ങളൊന്ന് നെറ്റിൽ പോയാൽ കാണും. DYFIയിൽ വിഭാഗീയത രൂക്ഷം, വനിതാ സബ് കമ്മിറ്റി പിരിച്ചുവിട്ടു. കണ്ണൂർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ DYFI രൂപീകരിച്ച സംസ്ഥാന വനിതാ കമ്മിറ്റി സംഘടനാ രീതിക്ക് വിരുദ്ധമാണെന്നതിന്റെ പേരിൽ പിരിച്ചുവിടാൻ CPIM തീരുമാനിച്ചു. 2013 ഒക്ടോബറിലെ വാർത്തയാണ്. നിങ്ങളുടെ DYFI വനിതാ കമ്മിറ്റി പിരിച്ചുവിട്ട് പോയവരാ. നിങ്ങൾ അറിയോ? നിങ്ങളാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല. ഇവരൊക്കെ ഇന്നും അത് ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യമാണ് താങ്കൾ പറയുന്നത് ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ കമ്മിറ്റി പിരിച്ചുവിടുകയാണല്ലോ ചെയ്തത്. ലൈംഗികാധിക്ഷേപം ഉന്നയിച്ച ഹരിത സംസ്ഥാന കമ്മിറ്റിയെ പിരിച്ചുവിടുകയാണ് നിങ്ങൾ ചെയ്തത്. അത് ആ ചോദ്യത്തിൽ നിന്ന് മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ ചോദ്യങ്ങൾ മാറ്റിയാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല ശ്രീ അബ്ദുറഹ്മാൻ അടത്താനി. ഹരിത കമ്മിറ്റിയെ നിങ്ങൾ പിരിച്ചുവിടുകയാണ് ചെയ്തത്. പിരിച്ചുവിട്ടു എന്നാണ് പറഞ്ഞത് ശ്രീ അബ്ദുറഹ്മാൻ അടത്താനി. താങ്കളുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന് മുന്നിൽ പറഞ്ഞത് പിരിച്ചുവിട്ടു എന്നാണ്. ഞാൻ പറയുന്നത് ഏത് ഭാഷ? ഇവിടെ ഇപ്പൊ വേറെ കമ്മിറ്റി വന്നല്ലോ, അത് ഷാനിക്കറിയില്ലേ? ഇവരുടെ തന്നെ ജൂനിയർ ആയിരുന്ന ഇവരുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളായി വന്നില്ലേ? അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി വരുമോ? ഞാൻ പറഞ്ഞതുപോലെ പിരിച്ചുവിട്ടതല്ല ശ്രീ അബ്ദുറഹ്മാൻ അടത്താനി. താങ്കൾ പറഞ്ഞ ഏതൊക്കെ തരത്തിലുള്ള വാദങ്ങളിലേക്കാണ് പോകുന്നത് നോക്കൂ. ഞങ്ങൾ ഉന്നയിക്കുന്ന പരാതിയുമായി ഞങ്ങൾ ഈ പാർട്ടിക്ക് അകത്ത് തന്നെ നിൽക്കുന്നു. അവർ ഇറങ്ങിപ്പോയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കുറച്ചുകൂടി ന്യായം ഉണ്ടാകുമായിരുന്നു ശ്രീ അബ്ദുറഹ്മാൻ അടത്താനി. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോരാടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വനിതാ സഹപ്രവർത്തകർ. ആ ചോദ്യത്തിന് മറുപടി പറയാതെ നിങ്ങൾ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയോട് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. ആ ചോദ്യത്തിന് മറുപടി പറയും. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അവര് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ പോലെ നീതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷയുള്ള പാർട്ടിയില്ല. അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പോകില്ല. മുസ്ലിം ലീഗിനെ പോലെ നീതി ലഭ്യമാകും എന്ന പ്രതീക്ഷയില്ല എന്നാണോ താങ്കൾ പറഞ്ഞ നിങ്ങൾ വിശദീകരിച്ച നിലപാടിന്റെ അർത്ഥം? ഞങ്ങൾ ഇന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ കുറിച്ചാണ്. മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ഒരു മിനിറ്റ് പറഞ്ഞോളൂ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ തത്വം എന്ന് പറയുന്നത്, അതിന്റെ ആശയ സംഹിത എന്ന് പറയുന്നത് അത് മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് മൈനോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ ഒരു മൈനോറിറ്റിയാണ്. വിമൻ ഒരു മൈനോറിറ്റിയാണ്. ലിംഗപരമായിട്ട് മറ്റ് വിവേചനങ്ങൾ നേരിടുന്നവർ മൈനോറിറ്റിയാണ്. ദളിത് മൈനോറിറ്റിയാണ്. ഈ ആളുകളെയൊക്കെ, ഈ കമ്മ്യൂണിറ്റികളെയൊക്കെ വിശാലാർത്ഥത്തിൽ അഭിസംബോധന ചെയ്യേണ്ടുന്ന, അവരുടെ വിഷയങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനുള്ള ആശയ അടിത്തറയാണ് മുസ്ലിം ലീഗ് ഭരണഘടനയുടെ അടിത്തറ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ ആവേണ്ടതുണ്ട്. ഇനി അല്ല എങ്കിൽ അതിനകത്ത് ഇപ്പോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും നീതീകരിക്കുന്ന രൂപത്തിലൊരു ഉത്തരവുണ്ടായിട്ടില്ല. അതിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഐഡിയോളജി കുറച്ചുകൂടി വിശാലമാണ്. നമ്മൾ ഏതോ ആളുകളിലേക്ക് ചുരുക്കാൻ പറ്റുന്നതല്ല അത്. ആ ഐഡിയോളജി പ്രകാരം അതിനകത്തൊരു ജനാധിപത്യ സ്വഭാവമുണ്ട്. ഞാൻ വീണ്ടും ഒറ്റ കാര്യം കൂടി അവസാനിപ്പിക്കാം. നേരത്തെ റഹീം പറഞ്ഞതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ലീഗിൻ്റെത്. അദ്ദേഹം ആവർത്തിച്ചതുകൊണ്ട് പറയാണ്, ഞാൻ രണ്ടിനെയും ഒരേപോലെ, രണ്ട് പാർട്ടിയുടെയും സ്വഭാവത്തെയും രണ്ട് പാർട്ടിയും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയും ഞാൻ ഒരിക്കലും ഒരുപോലെ കാണുന്നില്ല. അദ്ദേഹം ഇതുവരെയും ഞങ്ങളെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുകയും പാർട്ടിക്കെതിരെയുള്ള ഒരു വിമർശനം വന്നപ്പോൾ ഞങ്ങൾ മോൾഡ് ചെയ്യപ്പെട്ടവരാണ് എന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ മാർക്സിസത്തിനെതിരെ സംസാരിക്കാൻ വേണ്ടി മോൾഡ് ചെയ്യപ്പെട്ട ഉപകരണങ്ങളല്ല. ഞങ്ങൾ കൃത്യമായി കാർൽ മാർക്സിനെയും അദ്ദേഹം ഏംഗൽസിന് അയച്ച കത്തുകളെയും അതേപോലെ തന്നെ സ്റ്റാലിനെയും ഈ
EMS നമ്പൂതിരിപ്പാടിനെയും വരെ വായിച്ചും പഠിച്ചും ചർച്ച ചെയ്തും ഒക്കെ മാർക്സിസത്തെ മനസ്സിലാക്കിയവരാണ്, ഒക്കെ കമ്മ്യൂണിസത്തെ മനസ്സിലാക്കിയവരാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഉണ്ടാക്കിയ ഭരണഘടന വായിച്ചും അതിനുശേഷമുള്ള MC വടകര എഴുതിയ ഓരോ CD സാഹിബിന്റെയും CHന്റെയും ഓരോ ജീവചരിത്രങ്ങൾ പഠിച്ചും അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിക്കുന്നുണ്ട്, ഞങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ എല്ലാം കൊണ്ട് നിർവൃതി അടഞ്ഞവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയെയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് രണ്ട് പാർട്ടികളും വ്യത്യസ്തമാണ്. ഞാൻ ഇവിടെ CPMനെ തന്നെ ഉദ്ധരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ വന്നിരിക്കുന്നത് CPMന്റെ പ്രതിനിധി ആയതുകൊണ്ടും അദ്ദേഹം ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുമാണ്. ഇവിടെ ഷാനി ഞങ്ങളെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിൽ ഷാനിക്ക് അത് യോഗ്യതയുണ്ടോ എന്നുള്ളത് എന്റെ പ്രശ്നമാണ്. അതിൽ മൂന്നാമതൊരാൾ എന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അദ്ദേഹം അതിന് സംസാരിക്കാൻ മുതിരട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് പാർട്ടികളുടെയും സ്വഭാവം രണ്ടാണ്. ഒന്ന് മൈനോറിറ്റി അഡ്രസ് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയാണ്, ഒന്ന് പുരോഗമന ആശയങ്ങൾ വളരെ വിസിബിൾ ആയിക്കൊണ്ട് ഉയർത്തിവെക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ്. രണ്ടും ഒരേ അർത്ഥത്തിലല്ല കേരളത്തിൽ തുടങ്ങി വരുന്നത്, രണ്ടും ഒരേ കാലത്തിലോ അല്ലെങ്കിൽ ഒരു സാമൂഹിക സാഹചര്യത്തിലോ അല്ല തുടങ്ങി വരുന്നത്. രണ്ടും അഡ്രസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി വ്യത്യസ്തമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും, അത് കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, ലീഗ് ആവട്ടെ, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, അവസാനം വന്ന ആം ആദ്മി പാർട്ടി തന്നെയാവട്ടെ, അതിന്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ മറ്റൊന്നാണ്. ഓരോ പാർട്ടിയുടെയും അടിസ്ഥാനം മനസ്സിലാക്കാതെ, അതിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് അഭിസംബോധന ചെയ്തിട്ടുള്ള ആളുകളെ മനസ്സിലാക്കാതെ, അത് അഭിസംബോധന ചെയ്തിട്ടുള്ള വിഷയങ്ങളെ മനസ്സിലാക്കാതെ ഇതിനെല്ലാം ഒരേ നൂലിൽ കെട്ടാൻ നോക്കുന്നത് തെറ്റാണ്. ഇതിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിലവിലുള്ള ഈ പ്രശ്നത്തിൽ ലീഗ് എടുത്ത സമീപനം പൂർണ്ണമായും ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലൊരു ശരികേടുണ്ട്, അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. തിരുത്തപ്പെടുന്ന പക്ഷം അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമതായിട്ട്, ഇതിനകത്ത് ധാർമ്മികമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം രണ്ട് പാർട്ടികളും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയവും വ്യത്യസ്തമാണ്. തീർച്ചയായും നജ്മ, നിങ്ങളുടെ വ്യക്തതയെ അഭിനന്ദിക്കാതെ വയ്യ. രാഷ്ട്രീയം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പ്രശ്നം, മറ്റാരും ആ ഏജൻസി ഏറ്റെടുക്കാൻ വരേണ്ട എന്ന് പറയുന്ന വ്യക്തതയെ അഭിനന്ദിക്കാതെ വയ്യ. ശ്രീ റഹീം, ഒറ്റ മിനിറ്റിൽ, നമുക്ക് ആകെ അത്രയും സമയമുള്ളൂ, ഒരുപാട് നീണ്ടുപോയി. ശ്രീ ഹനീഫയോട് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല, താങ്കൾ ഒന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിനകത്ത് കാര്യം രണ്ട് കാര്യങ്ങളാണ്. 12 ലക്ഷം അംഗങ്ങൾ മുസ്ലിം ലീഗിലുണ്ട് വനിതകളായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം, ആ 12 ലക്ഷത്തിൽ നിന്ന് ഒരാളെ പോലും നിങ്ങളുടെ ഒരു കമ്മിറ്റിയിലും കൗൺസിലർമാരായി പോലും തിരഞ്ഞെടുക്കാത്ത എന്തുകൊണ്ടെന്നാണ് എന്റെ ചോദ്യം. 12 ലക്ഷം വനിതകൾ ഉള്ളപ്പോഴും ആ 12 ലക്ഷം പേർ ഒച്ചയടക്കി മിണ്ടാതിരുന്നു കൊള്ളണം എന്ന് പറയുന്ന സ്ത്രീ വിരുദ്ധതയാണ് നിങ്ങൾ മാറിയ കടത്തി അറിയാത്തത്. നജ്മ തബ്ഷീറ പറഞ്ഞത്, നജ്മ തബ്ഷീറ എന്നോട് നേരത്തെ ഉന്നയിച്ചത് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമല്ല. മുസ്ലിം ലീഗിനെയും മാർക്സിയൻ ദർശനത്തെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരേ തളത്തിൽ കിട്ടാതെ ഓരോ സ്കെയിൽ വെച്ച് നമുക്ക് ഈ പ്രശ്നത്തിലെ ചോദ്യങ്ങൾ പോലും ചോദിച്ചു തീർക്കാനോ പരസ്പരം സംസാരിച്ചു തീർക്കാനോ കഴിയുന്നില്ല എന്നുള്ളതെന്ന് തന്നെ മുസ്ലിം ലീഗിനകത്ത് പോലും ഒതുങ്ങാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ ഹരിത തുറന്നുവിട്ടിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. വലിയൊരു കൊടുങ്കാറ്റിന് തുടക്കമിടുന്ന തരത്തിലുള്ള വ്യക്തതയുള്ള ചോദ്യങ്ങൾ ഹരിത കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ വെക്കുന്നു. മുസ്ലിം ലീഗിന് എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇത് ഒഴിഞ്ഞു മാറി ഇവർ പുറത്തുപോയി എന്ന് രക്ഷപ്പെടാനാകില്ല എന്ന വ്യക്തമായ പ്രഖ്യാപനം കൂടി നമ്മൾ കേൾക്കുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിന് ഉത്തരം വേണ്ടതുണ്ട്. കേരള സമൂഹം ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അർഹിക്കുന്നുണ്ട്. വളരെ നന്ദി ശ്രീ നജ്മ തബ്ഷിറ, ഒപ്പം തന്നെ ശ്രീ അബ്ദുറഹ്മാൻ അടത്താണി, ശ്രീ റഹീം, ശ്രീ മുഹമ്മദ് ഹനീഫ, താങ്കളോട് ഞാൻ പ്രത്യേകം ക്ഷമ ചോദിക്കുന്നു. താങ്കൾക്ക് വേണ്ടത്ര സമയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ ചർച്ച തുടരുക തന്നെ ചെയ്യും. കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു.